ടെല്ലയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ AC എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആണെങ്കിലും എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നല്ല ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കാരണം എൻട്രൻസ് എക്സാമുകളിൽ ചില എക്സാമുകളിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ എത്രയും നല്ല പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാം ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിലൂടെ. എന്താണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്? കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ് കവർ ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റുകൾ കുട്ടികൾ സെറ്റ് ആക്കിയതിനു ശേഷം നമ്മുടെ ടെല്ലയുടെ തന്നെ പവർ ബാങ്ക് സീരീസിൽ പോയി ആ ക്വസ്റ്റ്യൻസുകൾ ഒരുമിച്ച് ചെയ്യുക. ഒരുമിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആദ്യം അപ്പൊ എന്തൊക്കെ ചെയ്യും? ആദ്യം ഈ ക്ലാസ് കണ്ട് കൺസെപ്റ്റുകൾ എല്ലാ ഇക്വേഷനുകളൊക്കെ സെറ്റ് ആക്കി വെക്കുന്നു. രണ്ടാമതായി പവർ ബാങ്ക് സീരീസിൽ പോയി ക്വസ്റ്റ്യൻസുകളെല്ലാം കണ്ട് ഈ പാഠം നമ്മളുടെ പോക്കറ്റിൽ വീണു എന്ന് പറഞ്ഞ് തന്നെ ഉറപ്പാക്കിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. വളരെ എളുപ്പമായ ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് കൺസെപ്റ്റുകളുണ്ട്, അതുപോലെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, എന്താണ് ഈ ഡയറക്റ്റ് കറണ്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ആൾട്ടർനേറ്റ് കറണ്ട് വ്യത്യാസമായി പോകുന്നത് നമുക്ക് അറിയണ്ടേ? നോക്കാം. ഞാൻ പറയുന്നു, എന്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? എന്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാല് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് the one which changes the direction, which changes the direction, ഡയറക്ഷൻ മാറുന്ന കറണ്ടിന് ഞാൻ എന്ത് വിളിച്ചു? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിച്ചു. ഓക്കെ ആണോ? നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ? ഞാൻ വരയ്ക്കാൻ പോവുകയാണേ, നോക്കണേ. ഇവിടെ നോക്കടാ, ഞാൻ പറയുന്നു നോക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു. ആദ്യമായിട്ട് ഞാൻ വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചു. ഇത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണോ? അതോ അടുത്തായിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു, ഇത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണോ? ഇനി മൂന്നാമതായിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു, ഇത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണോ? ഇതിൽ ഏതൊക്കെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? നാലാമതായിട്ട് ഞാൻ ഇങ്ങനെ കൂടെ വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ എന്റെ മുന്നിൽ 4 ഡയഗ്രാമുകളുണ്ട്, അല്ലെ, 4 ഗ്രാഫുകളുണ്ട്. ഇതിൽ ഏതാണ് എന്റെ AC, ഏതാണ് എന്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കാന്നറിയോ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇവിടെ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. the one which changes the direction ആണ് നമ്മൾ എന്ത് പറയാ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയാന്നല്ലേ നമ്മൾ പഠിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ നോക്കുന്നു, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ് ഹാഫ്, ഇത് പോസിറ്റീവ്, ഇനിയും അത് നെഗറ്റീവിലോട്ട് പോകും. ഇവിടെ ചേഞ്ചസ് ഡയറക്ഷൻ. ദിസ് ഈസ് എൻ AC കറണ്ട്. AC ഇവിടെ നോക്കുമ്പോൾ ദിസ് ഈസ് ദ പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. ചേഞ്ച് ദ ഡയറക്ഷൻ. പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് ചെയ്യുന്നു, പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനുള്ള 4 ABCD ഞാൻ വരച്ച 4 എന്താ തന്നെയാണ്? എൻ്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പോവുകയാണ്, ഡയറക്റ്റ് കറണ്ടിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് നോക്കി എന്താണ്? വിച്ച് ചേഞ്ചസ് ദ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്റ്റ് എന്തായിരിക്കും? വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ. വിച്ച് ഡസ് നോട്ട് change the direction. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള കറണ്ടിനെ ഞാൻ എന്ത് വിളിച്ചു? ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിച്ചു. റെപ്രസെന്റ് ചെയ്യണോ? ചെയ്യാലോ. നോക്കിക്കോ, ഞാൻ എന്താ ടൈമിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്താൽ ഇതാ, നോക്കിക്കോ, ഇതാ. അങ്ങനെയാണെങ്കിൽ നോക്കുന്നു, ഞാൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് കറണ്ട് പറ്റും. കാരണം എന്താ? ഇത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. ഇത് പോസിറ്റീവിലൂടെ മാത്രം പോകുന്നു, ഇത് നെഗറ്റീവായി മാത്രം പോകുന്നു. ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ നോക്കുക, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ചേഞ്ച് ചെയ്ത് കളിക്കുന്നു. അപ്പോൾ എന്താണ് മനസ്സിലായി നമുക്ക്? അപ്പോൾ എന്താണ്? ഇത് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ഇത് ഡയറക്ഷൻ ചെയ്യുന്നില്ല. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്തൊക്കെ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേടാ. അടുത്തതിലേക്ക് പോലെ എന്താ അടുത്ത് പറയുന്നത് നോക്കാം. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കോട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ലേ? ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ, ആൾട്ടർനേറ്റീവ് കറണ്ടിന്റെ ആവറേജ് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് എന്തായി പോകും? ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള കാരണം അതെന്താ ആവറേജ് എടുക്കുമ്പോൾ അത് 0 ആയിട്ട് പോകും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ദ ആവറേജ്. ഒന്നുകൂടി പറഞ്ഞാൽ ആവറേജ് ഞാൻ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നാമത് എനിക്ക് എങ്ങനെ പറയാം? ആവറേജ് ഈക്വൽ ടു I average ഞാൻ ഇങ്ങനെ എഴുതിയാൽ I average equal to ഞാൻ എഴുതുന്നു I1 plus I2 plus
I3 പ്ലസ് I4 IN ഉണ്ടെങ്കിൽ IN ടൈംസ് ഉണ്ടെങ്കിൽ എത്രയാണ് IN ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു I1 I2 I3 ഇങ്ങനെ എടുത്തിട്ട് നേരെ അതിനെ എത്രയാണോ ഉള്ളത് അത് വെച്ചിട്ട് n വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും അതിന്റെ I ആവറേജ് കിട്ടും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അടുത്ത I ആവറേജിന് ഇനി എന്തെങ്കിലും ഇക്വേഷൻസ് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റും. ഓക്കെ ആണ്, നോക്കാം എങ്ങനെയാണ് I ആവറേജിന്റെ അടുത്ത ഇക്വേഷൻ പറയാൻ പറ്റുമോ നോക്കിക്കോ. I ആവറേജ് ഈക്വൽ ടു ഞാൻ എഴുതുന്നു I ആവറേജ് ഈക്വൽ ടു നോക്കിക്കോളെ ഇന്റഗ്രൽ IDT ഫ്രം T1 to T2 divided by integral IDT integral IDT from എവിടുന്ന് T1 to T2 whole divided by T2 minus T1. ഓക്കെ ആണ്. ഇങ്ങനെ ചെയ്താലും എനിക്ക് എൻ്റെ ആവറേജ് കിട്ടും. അയ്യോ, അപ്പൊ കുട്ടികൾ ചോദിക്കുന്നു സാറേ ഇനി ഗ്രാഫ് തന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും സാറേ? ഗ്രാഫ് തന്നാൽ നമുക്ക് വേറൊരു കാര്യം ഉണ്ടാടാ. എങ്ങനെ നമ്മൾ ചെയ്യാം? നേരെ എടുക്കാം. എന്ത് ചെയ്യാ മതി? I ആവറേജ് ഈക്വൽ ടു നോക്കിക്കോളെ, ശ്രദ്ധിച്ചോളെ, നോക്കിക്കോ ഏരിയ അണ്ടർ ദ IT ഗ്രാഫ്. ഐന്റെ കറന്റ് ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ IT ഗ്രാഫ് എടുക്കുക, നേരെ ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട് നേരെ ഡിവൈഡ് ചെയ്യുക? എന്തുകൊണ്ട്? T2 മൈനസ് T1 കൊണ്ട് ആ ടൈം പീരീഡ് അടിയിൽ വരുന്ന ടൈം പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വാല്യൂ ഓഫ് കറന്റ് കണ്ടുപിടിക്കാൻ പറ്റും. എളുപ്പല്ലേടാ? എളുപ്പല്ലേടാ? നോക്കിക്കോ, നമ്മൾ 3 കാര്യം പഠിച്ചു. ഒന്നാമത്തെ I ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്ര I1 പ്ലസ് I2 പ്ലസ് I3 അങ്ങനെ വരെ n ടൈംസ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ n ചെയ്ത് നമുക്ക് ആവറേജ് കിട്ടും. രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് ഇന്റഗ്രൽ IDT ഫ്രം T1 to T2 ഡിവൈഡ് ബൈ T2 മൈനസ് T1 രണ്ടാമത്തത്. മൂന്നാമത്തെ ഗ്രാഫ് തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നു ഏരിയ അണ്ടർ ദ IT ഗ്രാഫ് കാണുക, ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ആവറേജ് I ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? എങ്കിൽ 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 ഇതിന്റെ പറ ഈ ഗ്രാഫിൽ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ I ആവറേജ് കണ്ടുപിടിക്കാൻ പറയുന്നു. നോക്കുന്നു, ഇത് ഗ്രാഫ് ആണല്ലോ. അയ്യോ, ഗ്രാഫിന് നമ്മൾ പഠിച്ചത് എന്താണ്? സാറേ നമ്മൾ ഗ്രാഫിന് പഠിച്ചത് എന്താണെന്ന് അറിയാം സാറേ? I ആവറേജിന്റെ ഗ്രാഫിന് നമ്മൾ പഠിച്ചത് ഏരിയ അണ്ടർ ദ IT ഗ്രാഫ് കറന്റ് ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ T2 മൈനസ് T1 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എന്റെ I ആവറേജ് കിട്ടും സാറേ. ഞാൻ നോക്കുന്നു ഏരിയ കണ്ടുപിടിച്ചാൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഏരിയ കാണാൻ ഹാഫ് ബിയാച്ച്, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? T ആണ്. ഹൈറ്റ് എത്രയാ? 10 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു T ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ എത്രയാ? T മൈനസ് 0. T തന്നെ വരും. T മൈനസ് 0. T2 മൈനസ് 0. T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ T മൈനസ് 0. അപ്പോൾ ഇത് പോട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? ടിയും ക്യാൻസൽ. 5/10/2 ദാറ്റ് ഈസ് 5 ആംപിയർ ആയിരിക്കും എന്റെ I ആവറേജ് ആയിട്ട് എനിക്ക് കിട്ടുക. ഓക്കെ അല്ലേടാ? മനസ്സിലായില്ലേ ഈ കാര്യം? അടുത്തതിൽ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. എന്താ നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത്? റൂട്ട് മീൻ സ്ക്വയർ ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? റൂട്ട് മീൻ സ്ക്വയർ. എന്താണ് ഈ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നറിയോ? RMS വാല്യൂസ് ഓൾസോ ഇതിന് റൂട്ട് മീൻ സ്ക്വയർ നമ്മൾ എന്തെങ്കിലും ഇതും കൂടി പറയും. എന്ത്? എഫക്റ്റീവ് വാല്യൂ എന്നോ അല്ലെങ്കിൽ വിർച്വൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തരാണ്. ഫൈൻഡ് ദ വിർച്വൽ വാല്യൂ, ഫൈൻഡ് ദ എഫക്റ്റീവ് വാല്യൂ. ഇങ്ങനെയൊക്കെ നമ്മളെ ക്വസ്റ്റ്യനിൽ പേപ്പറിൽ നമ്മളത് മനസ്സിലാക്കണം. അത് റൂട്ട് മീൻ സ്ക്വയറിനെ ഉദ്ദേശിച്ചിട്ടാണ് തന്നത്. എന്തിനാണ് അത് ഉദ്ദേശിച്ചത്? RMS വാല്യൂവിനെയാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറയും സാർ എങ്ങനെ കുട്ടികൾ ചോദിക്കും എങ്ങനെയാണ് RMS വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? പറയുന്നു, നോക്കിക്കോ. നമ്മൾ നേരെ ആവറേജ് എഴുതിയില്ലടാ നേരത്തെ. I ഈക്വൽ ടു ഞാൻ നേരത്തെ ആവറേജ് എഴുതിയിരുന്നില്ലേ? I RMS കണ്ടുപിടിക്കാൻ നോക്കിക്കോ. എന്താ ചെയ്യുന്നതെന്ന് അറിയോ? I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 IN വരെ ഉണ്ടെങ്കിൽ പ്ലസ് I4 ബൈ IN വരെ ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ N അല്ലേ ചെയ്ത്. നോക്കിക്കോട്ടോ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. ഞാൻ എന്താണ് ഫസ്റ്റ് ചെയ്തത്? ഇതിനെ സ്ക്വയർ ചെയ്തു. RMSലെ അവസാനത്തെ സാധനം ഞാൻ ആദ്യം ചെയ്തു. RMS സ്ക്വയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. എന്താ എനിക്ക് കിട്ടുന്നത്? I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ പ്ലസ് I3 സ്ക്വയർ പ്ലസ് I4 സ്ക്വയർ ബൈ IN സ്ക്വയർ. ഓക്കെ ആണോ? എല്ലാം സ്ക്വയർ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഞാൻ മീൻ എടുത്തു ഡിവൈഡഡ് ബൈ N ചെയ്തു. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? റൂട്ട് കണ്ടുപിടിക്കറാ, റൂട്ട് ഇടറാ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? റൂട്ടും കൂടെ ചെയ്തപ്പോൾ എന്റെ റൂട്ട് മീൻ സ്ക്വയർ അഥവാ RMS വാല്യൂ എനിക്ക് കിട്ടി. എന്താണ് ഞാൻ ആദ്യം ചെയ്തത്? അതിനെ സ്ക്വയർ ചെയ്തു, പിന്നെ അതിന്റെ മീൻ കണ്ടുപിടിച്ചു, പിന്നെ അതിന്റെ
റൂട്ടും കൂടി ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിന്റെ RMS വാല്യൂ എനിക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഇവിടെ പറഞ്ഞു പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി വരുന്ന ചില കാര്യങ്ങളാണ് നോക്കണേടാ. നമുക്ക് ഇപ്പൊ ഒരു കോൺസ്റ്റന്റിന്റെ ആവറേജ് എന്താ? ഒരു കോൺസ്റ്റന്റ് വാല്യൂന്റെ ആവറേജ് ലൈക്ക് നമ്പർ ഒക്കെ തന്നാൽ ആ കോൺസ്റ്റന്റ് വാല്യൂവിന്റെ ആവറേജ് എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കത്തില്ലേ? ഓക്കെ, ഇപ്പൊ 5ന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര? 5 ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെ അത് അപ്പോൾ ആ കോൺസ്റ്റന്റിന്റെ എപ്പോഴും ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് അത് വ്യക്തമായി മനസ്സിലാക്കാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്ത ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയത്തില്ല. വളരെ എളുപ്പമാണ്. രണ്ടോ മൂന്നോ കാര്യങ്ങൾ പഠിക്കുക, നേരെ ക്വസ്റ്റ്യനിലോട്ട് ജമ്പ് ചെയ്യുക. നോക്കട്ടെ, ഫസ്റ്റ് ഞാൻ പറയുന്നു ഒരു കോൺസ്റ്റന്റിന്റെ ആവറേജ് ആ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ അല്ലെ? രണ്ടാമത്തത് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തരുന്ന അറിയോടാ? ക്വസ്റ്റ്യനിൽ തരികയാണ്, നമ്മളോട് എന്ത് തരികയാണ്? സൈൻ ഒമേഗ ടി, അതേപോലെ തന്നെ കോസ് ഒമേഗ ടി, ഇങ്ങനെ തന്നു. ഓക്കെ അല്ലേ? ഇതിന്റെ ഈ സൈൻ ഒമേഗ കോസ് ഐ ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി, I ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി എന്നൊക്കെ തന്നാല് എന്നിട്ട് പറയാം ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ തന്നാല് ഓവർ എ ഫുൾ സൈക്കിൾ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തല്ലോ. ഓവർ എ ഫുൾ സൈക്കിൾ ആണ് സാറേ, അത് 0 ആണ്. എന്താണ് അത്? 0 ആണ്. കോസ് ഒമേഗ ടിക്കും അത് 0 തന്നെയാണ്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പറയുന്നു, എനിക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാണ് ഫുൾ സൈക്കിൾ ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കണ്ട. ഫുൾ സൈക്കിൾ ഒക്കെ 0 ആണെന്ന് എല്ലാവർക്കും അറിയാടാ. അപ്പോൾ അവർ ചോദിക്കാണ് ഹാഫ് സൈക്കിൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ഫുൾ സൈക്കിൾ കണ്ടുപിടിക്കണ, നിങ്ങൾ ഹാഫ് സൈക്കിൾ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു. ഹാഫ് സൈക്കിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഹാഫ് സൈക്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കുന്നു, 0 തന്നെയാണ് വരിക? അല്ല, 0 അല്ല വരിക. നേരെ പഠിച്ചു വെച്ചോ, 2/π. എന്താടാ? 2/π. രണ്ടിനും എന്താണ് വരിക? 2/π തന്നെയാണ് വരിക, മാറത്തില്ല. ഫോർ ആർക്ക്? സൈൻ ഒമേഗ ടിക്കും കോസ് ഒമേഗ ടിക്കും. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടി ഇതിൽ പഠിക്കേണ്ടതുണ്ട്. ഈ രണ്ടെണ്ണം സെറ്റ് അല്ലേ? സൈൻ ഒമേഗ ടിയും കോസ് ഒമേഗ ടിക്കും ഫുൾ സൈക്കിൾ ആണെങ്കിൽ the average value will be 0. ഓക്കെ അല്ലേ? average value will be 0. ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ദ ആവറേജ് വാല്യൂ വിൽ ബി 2/π. മക്കൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയാം. സാർ ഇത് എന്തിനപ്പോ ഇതൊക്കെ പറയുന്നില്ലേ? അങ്ങനെ ആലോചിച്ചിരിക്കുന്നത് പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ഞാൻ ഇത് എന്തിനാ പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു സ്ലൈഡ് കഴിയട്ടാ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് ഇത്, എത്ര എളുപ്പമായിരുന്നോ ഇത് കണ്ടുപിടിക്കാനെന്ന് മക്കൾ തന്നെ പറയും. നോക്കാൻ പോവുകയാണ്. ഇനി രണ്ട് കാര്യം കൂടി ഞാൻ പറയാൻ പോകുകയാണ്. എന്താണ്? രണ്ട് കാര്യം കൂടി ഞാൻ പറയാൻ പോകുകയാണ്. ഈ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഞാൻ അങ്ങോട്ട് ചെയ്തു, സ്ക്വയർ ചെയ്തു. എന്താ ചെയ്ത്? രണ്ടിനെയും പിടിച്ച് ഞാൻ സ്ക്വയർ അങ്ങോട്ട് ചെയ്തു. സ്ക്വയർ ചെയ്തപ്പോൾ വരുന്നു എന്ത്? സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വന്നു. കോസ് ഒമേഗ ടീനെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? കോസ് സ്ക്വയർ ഒമേഗ ടി എന്നല്ലേ വരിക. സൈൻ ഒമേഗ ടീനെ സ്ക്വയർ ചെയ്തപ്പോൾ എനിക്ക് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടി. കോസ് ഒമേഗ ടീനെ ഞാൻ സ്ക്വയർ ചെയ്തപ്പോൾ എനിക്ക് കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പറ ഫുൾ സൈക്കിളിൽ ഒരു ഫുൾ സൈക്കിൾ ആണെങ്കിൽ സൈൻ സ്ക്വയർ ഒമേഗ ടിക്കും കോസ് സ്ക്വയർ ഒമേഗ ടിക്കും 0 ആണ് വരിക. ചോദിക്ക്, 0 ആണ് വരിക? അല്ല. ഓക്കെ അല്ലേ? അതാണ് ഇവിടുത്തെ പോയിന്റ്. സൈൻ സ്ക്വയർ ഒമേഗ ടിക്കും കോസ് സ്ക്വയർ ഒമേഗ ടിക്കും 0 വാല്യൂ വരത്തില്ല. ദ വാല്യൂ വിൽ ബി ഹാഫ് 1/2. സെയിം വാല്യൂ. സൈൻ സ്ക്വയറിനെയും കോസ് സ്ക്വയറിനെയും ചെയ്താൽ നേരെ 1/2 കിട്ടും ആവറേജ് വാല്യൂ. അയ്യോ, ഇനി ഫുൾ സൈക്കിൾ പഠിച്ചു, ഹാഫ് സൈക്കിളും കൂടി ചോദിക്കണ്ടേ? നിങ്ങളോട് ചലഞ്ചിങ് ആയിട്ട് പറയാണ്. NTA പറഞ്ഞു നിങ്ങൾ ഫുൾ സൈക്കിൾ കണ്ടുപിടിക്കാനാ, നിങ്ങൾ ഹാഫ് സൈക്കിൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പറയാ NTA കാരെ എന്താണ്? ഫുൾ സൈക്കിളിനും ഹാഫ് സൈക്കിളിനും വാല്യൂ സൈൻ സ്ക്വയർ ഒമേഗ ടിക്കും കോസ് സ്ക്വയർ ഒമേഗ ടിക്കും ഒരേതാണേ. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയി പഠിക്കണ്ട. അതായത് ഇവിടെയും 1/2 തന്നെയായിരിക്കും, ഇവിടെയും 1/2 തന്നെയായിരിക്കും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? ഇപ്പോ ഇനി ഞാൻ പറയുന്നു ഒന്നാമത്തെ കാര്യം നോക്കാം. ഈ നാല് കാര്യങ്ങളും വ്യക്തമാക്കിയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം പറയുന്നു, എന്താണ് പറഞ്ഞത്? സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഒരു ഫുൾ സൈക്കിളിന് അതിന്റെ ആവറേജ് വാല്യൂ വിൽ ബി 0. ഇത് ആവറേജ് ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? ആവറേജ് വാല്യൂസ്. ഓക്കെ അല്ലേ? ആവറേജ് വാല്യൂസ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈൻ ഒമേഗ ടിയുടെ ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ ദാറ്റ് ഈസ് നോട്ട് 0, ദാറ്റ് ഈസ് 2/π. Same for cos omega t. Cos omega t for a full cycle, average for a full cycle will be 0. Sin omega t യുടെ ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 2/π. ഇനി അടുത്തത്, ഇതിനെ രണ്ടിനെയും സ്ക്വയർ ചെയ്തു. ഇത് രണ്ടിനെ ഞാൻ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് സ്ക്വയർ ഒമേഗ ടി എന്നാക്കി. അവരുടെ ഫുൾ സൈക്കിളിന്റെ വാല്യൂം ഹാഫ് സൈക്കിളിന്റെ വാല്യൂം സെയിം ആണ്. ദാറ്റ് ഈസ് 1/2.
ഓക്കെ അല്ലേ? അപ്പൊ ഇത് 4 സെയിം കണ്ട. സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കണ്ടല്ലേ, സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ എന്ന് കണ്ടാലേ ഫുൾ സൈക്കിൾ ഹാഫ് സൈക്കിൾ ആണെന്നൊക്കെ നോക്കണ്ട, നേരെ 1/2 എഴുതിക്കോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ ഒമേഗ ടി ഇത് പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇത് പഠിച്ചില്ലേ? ഇനി 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 നോക്കിക്കോളേ, ക്വസ്റ്റ്യൻ തരാൻ പോവാണ് കുട്ടികൾക്ക്, നോക്കിക്കോട്ടോ. 3+ ഫസ്റ്റ് നമ്മൾ നോക്കാം. 3+ 4 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ്. ഇതിന്റെ ഐ ആവറേജ് കണ്ടുപിടിക്കണം, ഇതിന്റെ IRMS കണ്ടുപിടിക്കണം നമ്മളോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ്? 3+ 4 സൈൻ ഒമേഗ ടി. നമുക്ക് കണ്ടുപിടിച്ചാലോ? എളുപ്പമല്ലേ? എന്താ നമ്മൾ ചെയ്യാൻ നോക്കാം. ആദ്യം ഐ ഈക്വൽ ടു ആണ് ഐ ആവറേജ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഐ ആവറേജ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് നമ്മൾ ഐ ആവറേജ് കണ്ടുപിടിക്കുക? ഒന്നുമില്ല, 3 കോൺസ്റ്റന്റ് ആവറേജ് വാല്യൂ ഓഫ് 3 എത്ര? കോൺസ്റ്റന്റ് എത്രയാണ്? 3 തന്നെയാണ്. പ്ലസ് 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് വാല്യൂ ഒരു എന്താ പറയാ, ഒരു കോൺസ്റ്റന്റിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ. ഒരു കോൺസ്റ്റന്റിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 3 + 4 ഈസ് എ കോൺസ്റ്റന്റ്. സോ അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ 4. എഴുതി ഞാൻ. എന്നിട്ട് സൈൻ ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ, എടാ ഇവിടെ ഫുൾ സൈക്കിൾ എന്നോ ഹാഫ് സൈക്കിൾ എന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും ഫുൾ സൈക്കിൾ എടുക്കുക. ഓക്കെ, അല്ല സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും എന്ത് തന്നെ എടുക്കുക? ഫുൾ സൈക്കിൾ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ സൈൻ ഒമേഗ ടിയുടെ എത്രയാണ്, എന്താ പറയാ, ഒരു ഫുൾ സൈക്കിളിൽ അവരുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇപ്പൊ പഠിച്ചേ ഉള്ളൂ, ദാറ്റ് ഈസ് 0 അല്ലേ? നോക്കിക്കോ, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. എന്ത്? നോക്കിക്കോ, സൈൻ ഒമേഗ ടിയുടെ ഫുൾ സൈക്കിളുടെ ആവറേജ് വാല്യൂ 0 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു, എൻ്റെ ഐ ആവറേജ് എന്ന് പറയുന്നത് എത്രയാടാ? 3 ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ഇതിന്റെ IRMS കണ്ടുപിടിക്കാൻ പറയണേ. എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്? IRMS കണ്ടുപിടിക്കാൻ പറയുകയാണ്. IRMS കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എല്ലാത്തിനും കൂടി സ്ക്വയർ ചെയ്യുക. ഞാൻ ചെയ്യുന്നു. 3² + 4² പിന്നെന്താ? സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടി. എല്ലാത്തിനെയും പിടിച്ച് ഞാൻ സ്ക്വയർ ചെയ്തു അല്ലേ? എല്ലാത്തിനെയും സ്ക്വയർ ചെയ്തു. അതിന്റെ ആവറേജ് എടുക്കുക. എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന്റെ ആവറേജ് എടുക്കാൻ പോവുകയാണ്. ആവറേജ് 3² ആവറേജ് എന്താ? 3² തന്നെ. 4² ആവറേജ് 4² തന്നെ. 3² ആവറേജ് 3² തന്നെ. 4² ആവറേജ് 4² തന്നെ. സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് എന്താ? ഇപ്പൊ പഠിച്ചുള്ളൂ. സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് എത്രയാ? നോക്കിയോ, സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് 1/2 ആണ് അല്ലേ? സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് ഇൻറ്റു 1/2 ആണ്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ 1/2 എന്ന് എഴുതി. ദിസ് വിൽ ബി മൈ ആൻസർ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? സോറി, ഇന്നത്തെ നമുക്ക് മീനെ കണ്ടുപിടിച്ചുള്ളൂ. ഇനി എന്തുകൂടി ചെയ്യണം? നമ്മൾ റൂട്ട് കൂടെ എടുക്കണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? റൂട്ട് കൂടെ എടുക്കുക. ഇതിന്റെ റൂട്ടും കൂടി എടുത്താൽ നമുക്ക് കിട്ടി നമ്മുടെ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് 9 + 4² എന്ന് പറഞ്ഞാൽ 16/2 ദാറ്റ് ഈസ് 8. 9 + 8 ന്റെ റൂട്ട് ദാറ്റ് ഈസ് √17 ആയിരിക്കും എൻ്റെ ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, നോക്കിക്കോ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, എന്താ നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ദ ആവറേജ്. ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറയണേ. ഇതിന്റെ I ഈക്വൽ ടു അവർ പറയുന്നു 5 cos ഒമേഗ ടി പ്ലസ് 5 cos ഒമേഗ ടി പ്ലസ് 4 സൈൻ ഒമേഗ ടി. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നത്. എന്താണ്? 5 cos ഒമേഗ ടി പ്ലസ് 4 സൈൻ ഒമേഗ ടി. 4 സൈൻ ഒമേഗ ടിയുടെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുന്നു. നമ്മൾ കണ്ടുപിടിക്കുന്നു 5 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ ആവറേജ് ദാറ്റ് വിൽ ബി 5 തന്നെ. കോസ് ഒമേഗ ടി എന്ന് പറയുന്നതിന്റെ ആവറേജ് ഫോർ എ ഫുൾ സൈക്കിൾ ആണ്. ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഫുൾ സൈക്കിൾ തന്നെ എഴുതുക. കോസ് ഒമേഗ ടിയുടെ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്ലസ് 4 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ആവറേജ് വാല്യൂ 4 തന്നെ. സൈൻ ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ എന്തായിരിക്കും? 0 ആയി. വിച്ച് വിൽ ഗീവ് us the answer. ഐ ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഐ ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കൂ. RMS എങ്ങനെ നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാൻ നോക്കിക്കോട്ടോ. 5 എന്ത് ചെയ്യും? ആദ്യം എല്ലാത്തിനും പിടിച്ച് സ്ക്വയർ ചെയ്യും നമ്മൾ. 5² cos² ഒമേഗ ടി. ഇനി അടുത്തത് ഇവിടെ വരുമ്പോൾ 4² sin² ഒമേഗ ടി എന്ന് കിട്ടി. എല്ലാത്തിനും പിടിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ആദ്യമായിട്ട് എല്ലാത്തിനെയും സ്ക്വയർ ചെയ്തു. ഓക്കെ അല്ലേ? എല്ലാത്തിനും പിടിച്ച് സ്ക്വയർ ചെയ്തു. ഇനി നമ്മൾ എല്ലാത്തിനും മീൻ കാണണം. സ്ക്വയർ ചെയ്തു, മീൻ കാണുക. 5² മീൻ എത്രയാ? 5² തന്നെ. cos² ഒമേഗ ടിയുടെ മീൻ എത്രയാ? 1/2 പ്ലസ് 4² മീൻ എത്രയാ? 4² തന്നെ. sin² ഒമേഗ ടിയുടെ മീൻ എത്രയാ? ആവറേജ് എത്രയാ? sin² ഒമേഗ ടിയുടെ ആവറേജ് നമ്മൾ പഠിച്ചത് 1/2.
ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത്? റൂട്ട് കണ്ടുപിടിക്കുക റൂട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡ് ബൈ 2 ആൻഡ് ദാറ്റ് ഈസ് മൈ ആൻസർ. 25 പ്ലസ് 16 ആയിരിക്കും ബൈ 2 റൂട്ട് 2 ആണ് എൻ്റെ ആൻസർ വരിക. ഓക്കെ അല്ലേടാ? ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലായോ നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചെന്ന്? ഇങ്ങടാ ഈ സംഭവം പഠിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ, RMS വാല്യൂ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോലെ എന്താ അടുത്തെന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, ഇതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ അല്ലേ? എങ്ങനെയുള്ള ഗ്രാഫ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നോക്കിക്കോട്ടോ, നേരെ എടുക്കാം. എടുത്തോ. IRMS ഫസ്റ്റ് തന്നെ എഴുതണം, കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന IRMS വാല്യൂ ആണ്. ഓക്കെ അല്ലേ? നേരെ നോക്കുക ഓവർ എ ഫുൾ സൈക്കിൾ. ഇത് കണ്ട, ഇത് T ആണ്, T/2 T അങ്ങനെ പോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇവിടെ പീക്ക് ഇവിടെ എത്രയാ? 2 അല്ലേ? 2ന്റെ സ്ക്വയർ. പിന്നെ അടുത്ത ഹാഫ് സൈക്കിൾ എത്ര? -2 അല്ലേ? -2ന്റെ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ റൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, -2 സ്ക്വയർ എന്ന് പറഞ്ഞാലും 4 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട്, ദാറ്റ് ഈസ് 2 വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തേക്ക് പറയുന്നില്ല. ഓക്കെ, ഇതിന്റെ IRMS കണ്ടുപിടിക്കാനാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഫൈൻഡ് ദ IRMS ചോദ്യം നോക്കുന്നു. ആദ്യം കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് V0 സ്ക്വയർ പ്ലസ് ഇവിടെ 0 സ്ക്വയർ, ഒരൊറ്റ സൈക്കിളെ എടുക്കാൻ പാടുള്ളൂ, ഒറ്റ സൈക്കിൾ. 0 സ്ക്വയർ ഡിവൈഡ് ബൈ 2 റൂട്ട്. ആൻസർ, ദിസ് ഈസ് മൈ ആൻസർ. എന്തായിരിക്കും? V0 ബൈ റൂട്ട് 2 ആയിരിക്കും ഇതിൻ്റെ IRMS എന്ന് പറയുന്നത്. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ? എന്തെങ്കിലും പറയാനുള്ളതിൽ അധികം ഒന്നും പറയാനില്ല. അടുത്തേലിട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നമുക്ക് അടുത്ത് പറയാനുള്ളത്? ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ് അല്ലേ? എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? ഇതിൻ്റെ ആവറേജും IRMSും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കിക്കോ, ആവറേജ് ആണെങ്കിൽ 3 തന്നെ. പെട്ടെന്ന് കുട്ടികൾ പറയും, എന്നെ നോക്കണ്ട, കുട്ടികൾ പെട്ടെന്ന് ചെയ്യും. 3 ഈസ് എ കോൺസ്റ്റന്റ്, അതുകൊണ്ട് തന്നെ 3 തന്നെയായിരിക്കും ഇതിന്റെ ആവറേജ് വാല്യൂ. 4 ഈസ് എ കോൺസ്റ്റന്റ്, അതുകൊണ്ട് അത് തന്നെയാണ് ആവറേജ് വാല്യൂ ഇൻറ്റു 0, ദാറ്റ് വിൽ ബി 3 വിൽ ബി മൈ ആവറേജ്. IRMS കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ അതിന് സ്ക്വയർ ചെയ്യുന്നു. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ cos സ്ക്വയർ ഒമേഗ ടി എന്നാണ് വരിക. ഓക്കെ അല്ലേ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് cos സ്ക്വയർ ഒമേഗ ടി എന്ന് ചെയ്തു. അപ്പോൾ അതിന് ഞാൻ സ്ക്വയർ ചെയ്തു. മീൻ കണ്ടുപിടിക്കുക. 3 സ്ക്വയറിന്റെ മീൻ 3 സ്ക്വയർ തന്നെ, 4 സ്ക്വയറിന്റെ മീൻ 4 സ്ക്വയർ തന്നെ. cos സ്ക്വയർ ഒമേഗ ടിയുടെ ഇത് എത്രയായിരുന്നു നമ്മൾ പഠിച്ചത്? ഇൻറ്റു 1/2 എന്ന് പഠിച്ചു. cos സ്ക്വയർ ഒമേഗ 1/2 അല്ലേ? ഇനി എന്ത് ചെയ്യുക? റൂട്ട് ചെയ്യുന്നു. ആൻസർ എത്ര? 9 പ്ലസ് 16 ഡിവൈഡ് ബൈ 2 റൂട്ട്, ദാറ്റ് ഈസ് 9 പ്ലസ് 8ന്റെ റൂട്ട്, ദാറ്റ് ഈസ് റൂട്ട് 17 എന്ന് വരും. ഓക്കെ അല്ലേടാ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത പഠിക്കാൻ പോലോ. ഈ സംഭവം മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് പറയാണ് എന്ത്? ആവറേജ് കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ RMS കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യാൻ സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? നമ്മൾ വൃത്തിക്ക് തന്നെ നോക്കി പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. എന്താണ്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, വി ആർ ഡീലിംഗ് അബൌട്ട് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ് വിച്ച് വേരിയസ് സൈനോസോയിഡലി. അതെങ്ങനെ നമ്മൾ അറിയാം? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞേ. നോക്കിക്കോ, എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരിക? നോക്കിക്കോ. ഇങ്ങനെയുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ സൈനോസോയിഡലി വേരി ചെയ്യുന്ന ഒരു തരം AC-നെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് കറന്റിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഇവിടെ വരുമ്പോൾ ഇതെന്താണ്? നോക്കിക്കോ, I മൈനസ് I, ഇത് T, ഇത് 2T, T/2. ഓക്കെ അല്ലേ? ഇങ്ങനെ സൈനോസോയിഡലി വേരി ചെയ്യുന്ന ഒരു കൂട്ടം എന്തിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? AC-നെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ I ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാം? ഇവിടെ I ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമ്മൾ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്നാണ് ഇവിടെ എഴുതുക. ഇതിൽ I0 എന്താണ്? ഇതിൽ I0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. പീക്ക് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഇവിടെ എൻ്റെ I0 ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇതാണ് പറയുന്നത്. I is ഇൻസ്റ്റന്റേനിയസ് കറന്റ് അറ്റ് എ ടൈം t. ഏതെങ്കിലും ഒരു സമയത്തെ ഇൻസ്റ്റന്റേനിയസ് കറന്റിനാണ് I എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ I
ഇനി I0 എന്ന് പറയുന്നത് പീക്ക് കറന്റ്. ഞാൻ പറഞ്ഞില്ലേ പീക്ക് കറന്റിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ I0 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് W അല്ല, ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസി ആണ് ഒമേഗ. ഈ ഒമേഗ എന്ന് പറയുന്നത് ശരിക്കും സൈൻ തീറ്റ, തീറ്റ ഈക്വൽ ഒമേഗ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസി ആണ്, വിച്ച് ഗീവ്സ് us 2πf. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഓക്കെ അല്ലേ, ഒമേഗയും കിട്ടി. അടുത്തതിലോട്ട് പോകാം. എന്താണ് പറയുന്നത്, ഫോർ I0 sin omega t ആവറേജ് ഫോർ കംപ്ലീറ്റ് സൈക്കിൾ. ഇതൊക്കെ നമ്മൾ ചെയ്താണ്, ഒന്നും കൂടി ചെയ്യാം. എന്നാലും നോക്കിക്കോ, എന്താണ് ഇതൊക്കെ കുട്ടികൾക്ക് ഇപ്പൊ സിമ്പിൾ ആണ്. ഇതാണോ സാറേ ഞാൻ ചെയ്ത് ഇപ്പൊ തരാം, ആൻസർ പറയുന്നത് വേഗം പറയാം. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക. I = നോക്കിക്കോ, I0 is a constant. I0 sin omega t യുടെ ആവറേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് വിൽ ബി 0 ഫോർ എ ഫുൾ സൈക്കിൾ അല്ലെ, ഫുൾ സൈക്കിൾ. ഇനി I0 sin omega t യുടെ I ആവറേജ് കണ്ടുപിടിക്കുക ഫോർ എ ഹാഫ് സൈക്കിൾ. കണ്ടുപിടിക്കാം, വാ കണ്ടുപിടിച്ചോ. I = I0 യുടെ ആവറേജ്, I0 തന്നെ sin omega t ആവറേജ് എത്ര ഫോർ എ ഹാഫ് സൈക്കിൾ ആണ് പറയുന്നത്. ഹാഫ് സൈക്കിൾ നമ്മൾ പഠിച്ചതാണ്, ദാറ്റ് ഈസ് 2/π ആണെന്ന് നമ്മൾ പഠിച്ചു, വിച്ച് ഗീവ്സ് I ആവറേജ് ഫോർ എ ഹാഫ് സൈക്കിൾ. I ആവറേജ് ഫോർ എ ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് 2I/π ആയിരിക്കും. ഓക്കെ അല്ലേ, 2I/π ആണ് എൻ്റെ ഹാഫ് സൈക്കിളിന്റെ I0 sin omega t യുടെ വരിക. എളുപ്പം സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടി ചലഞ്ചിങ് ആയ ക്വസ്റ്റ്യൻസ് വരട്ടെ അല്ലേ. ഓക്കെ അല്ലേ, ഇവിടെ പറയുന്നു I0 sin omega t IRMS. ഇവന്റെ IRMS കണ്ടുപിടിക്കാൻ സിമ്പിൾ, നമ്മൾ ഇതാ കണ്ടുപിടിക്കുന്നു. IRMS കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഞാൻ അതിനെ സ്ക്വയർ ചെയ്യണം. I0² sin² omega t എന്ന് പറഞ്ഞു. ഇതിന്റെ മീൻ കണ്ടുപിടിക്കണം. എന്താണ് മീൻ, I0² മീൻ I0² തന്നെ. ഇനി sin² omega t യുടെ മീൻ എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ ചെയ്തു, മീൻ ചെയ്തു. ഇനി എന്താ വേണ്ടത്, റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് ചെയ്യുന്നു. എന്താണ്, I0/√2 ആയിരിക്കും എൻ്റെ I0 sin omega t യുടെ IRMS എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. IRMS = I0/√2. എളുപ്പം ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ വരും. സൈൻ വെച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് I = I0/√2 വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് RMS കറന്റ്. ഇത്ര നേരം നമ്മൾ എന്ത് പഠിച്ചു, ഇങ്ങനെ ഈ RMS എന്താണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്താണ്, RMS എന്താണ്, ആവറേജ് കറന്റ് ഒക്കെ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പറയണം എന്ത്, ശരിക്കും ഈ RMS എന്താ, ശരിക്കും ഈ RMS കറന്റ് എന്താ, അതിനൊരു സംഭവം വേണ്ടേ, എന്താണ് സാധനം വേണ്ടേ, അത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ. ശരിക്കും ഈ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ DC ഇക്വലന്റ് ഓഫ് AC കറന്റ് എന്നാ പറയാ. അതായത് നമ്മളിപ്പോ ഒരു ഞാൻ പറയുകയാണെങ്കിൽ നോക്കിക്കോട്ടോ, ഇവിടെ നോക്കിക്കോ, ഞാനിപ്പോ ഒരു ഓക്കെ, ഇതൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, ഞാനൊരു ഡയറക്ടറിലേക്ക് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കറന്റ്. നോക്കിയൊക്കെ, ഒരു കറന്റ് ഇങ്ങനെ ഒരു വയറിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, ഹീറ്റ് എനർജി ലോസ് ഉണ്ടാവില്ലേ അവിടെ. ആ ഹീറ്റ് എനർജി ലോസിന് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത്, ഫോർ ഡയറക്റ്റ് ചെയ്ത് DC ആണ്, ഡയറക്റ്റ് കറന്റ് ആണ് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്, H = I²RT എന്നല്ലേ റെപ്രസെന്റ് ചെയ്തിരുന്നത് അല്ലേ. H = I²RT, ആ ഹീറ്റ് കറന്റ് റെപ്രസെന്റ് ചെയ്ത്. ഇനി ഇതേ സെയിം സിറ്റുവേഷൻ നോക്കിക്കോളേ, ഇതേ സെയിം സിറ്റുവേഷൻ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നോക്കിക്കോട്ടോ, ഇതേ സെയിം സിറ്റുവേഷൻ, ബട്ട് ഞാനിവിടെ കണക്ട് ചെയ്തത് ഒരു AC കറണ്ട് ആണ്. അപ്പോൾ ഞാൻ H = I²RT എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ I²RT എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഈ I വേരി ചെയ്യുന്നുണ്ട് ഇല്ലേ. ഈ I ഇങ്ങനെ നോക്കിക്കോട്ടോ, ആദ്യം ഇങ്ങനെ ഒരു ചെറിയ 0യിൽ നിന്ന് ഇങ്ങനെ വേരി ചെയ്ത് മാക്സിമം എത്തി, വീണ്ടും കുറഞ്ഞ് ഇങ്ങനെ എത്തി, വീണ്ടും ഡയറക്ഷൻ ചെയ്ത് ഇങ്ങനെ പോലെ. ഓക്കെ, ഇങ്ങനെ പോകുന്ന കറണ്ട് അല്ലേ. അപ്പോൾ ഈ I വേരി ചെയ്യുന്ന കാരണം എനിക്ക് ഇത് എഴുതാൻ പറ്റില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ എഴുതുന്നു H = IRMS² RT. എന്താണ് ഞാൻ ഇവിടെ എഴുതിയത്, H = IRMS² / RT എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. ശരിക്കും അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ DC ഇക്വലന്റ് ഓഫ് AC കറണ്ട് ആണ്. ഇതെന്താണ് സംഭവം, അതായത് ഇവിടുത്തെ നോക്കിക്കോട്ടെ, ഈ DC-യിൽ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോൾ AC-യുടെ എത്ര കറണ്ട് പാസ് ചെയ്താലാണ് ആ സെയിം ഹീറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് RMS-ന്റെ അർത്ഥം. അങ്ങനെയാണ് ഞാൻ പറയുന്നു, ഇറ്റ് ഈസ് എ DC ഇക്വലന്റ് ഓഫ് AC കറണ്ട് ഓർ വോൾട്ടേജ് വിച്ച് പ്രൊഡ്യൂസസ് ദ സെയിം വാല്യൂ ഓഫ് ഹീറ്റ്
ദാറ്റ് എന്താ ഇവനും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം വാല്യൂ ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് ഞാൻ ഇതെന്ന് പറഞ്ഞത് RMS ആയിട്ട് ഇവിടെ പറയാം. മനസ്സിലായില്ലേടാ? അപ്പൊ എന്താണ് RMS എന്ന് മനസ്സിലായില്ലേ? DC-യുടെ AC-ന്റെ ഇക്വാലന്റിനാണ് നമ്മൾ RMS എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോയാലോ? സമയം കളയുന്നില്ല. ഓക്കെ, ഫേസർ ഡയഗ്രാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ പാഠത്തിൽ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാലോ എന്താണ് ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നോക്കിയാലോ. ജനറലി കറന്റ് ആൻഡ് വോൾട്ടേജ് ഇൻ AC സർക്യൂട്ട്സ് ആർ റെപ്രസെന്റഡ് ബൈ ഫേസസ്. ഓക്കെ അല്ലേ? നമ്മൾ കറണ്ടിനെയും വോൾട്ടേജിനെയും റെപ്രസെന്റ് ചെയ്യാൻ AC കറണ്ടിൽ ഉപയോഗിക്കുന്ന ഡയഗ്രത്തിന് നമ്മൾ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നു. ഓക്കെ സാർ, ഓക്കെ. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ്, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. എന്താണ്? ഇവർ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇങ്ങനെ എടുത്താൽ ഒരിക്കലും നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഐ വരച്ചാല് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആണോ അതോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണോ വരേണ്ടത്? ഏതാണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇങ്ങനെ നേരെ തിരിച്ച് ക്ലോക്ക് ഇങ്ങനെ കറങ്ങുക, അതിന് നേരെ തിരിച്ചാണ് ഈ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ്. ഇത് വെച്ചിട്ടാണ് ഇവിടെയാണ് നമ്മൾ എന്ത് എഴുതുക? ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞ് എഴുതുക. പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ദ ലെങ്ത് ഓഫ് ദ ആരോ റെപ്രസെന്റ് ദ പീക്ക് വാല്യൂ. ഈ ആരോയുടെ ലെങ്തിനെ പീക്ക് വാല്യൂവിനെയും അതേപോലെ എന്താ പറയുക ആൻഡ് ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ എക്സ് ആക്സിസ് ആൻഡ് വൈ എക്സ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്താൽ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെയും കിട്ടുമെന്നാണ് ഫേസർ ഡയഗ്രത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് എഴുതാൻ പോവാണ്? I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് എഴുതി വിചാരിക്കാം. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് ഞാൻ എഴുതിയെന്ന് വിചാരിക്കുക. എൻ്റെ I0 ഇങ്ങനെ പോകുന്നു. I0 ഇവിടെ ഞാൻ എഴുതിയാൽ സൈൻ ഒമേഗ ടിയിൽ ഇവിടെ ഒമേഗ ടി എന്ന് ഇങ്ങനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. ഇപ്പം മനസ്സിലായില്ലേടാ? ഇത്രയേ ഉള്ളൂ. ഇതിൽ I എന്തായിരുന്നു? ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. I0 എന്തായിരുന്നു? പീക്ക് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഫേസർ ഡയഗ്രാം ഇപ്പം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇത്ര നേരം കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻഡക്ടറിന്, ഒരു കപ്പാസിറ്റർ, ഓക്കെ, ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, സാധാ നമ്മളൊരു റെസിസ്റ്റർ, ഈ മൂന്നെണ്ണത്തിലേക്കും ഞാൻ എന്ത് കടത്തി വിടാൻ പോവുകയാണ്? ഞാൻ എൻ്റെ AC-നെ കടത്തി വിടാൻ പോവുകയാണ്. AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുക? വോൾട്ടേജും കറണ്ടും ഫേസിൽ തന്നെയാണോ? അതായത് വോൾട്ടേജ് മുന്നേ പോകുന്നോ, അതായത് വോൾട്ടേജ് ലീഡ് ചെയ്യുന്നോ, അതോ കറണ്ട് ലാഗ് ചെയ്യുന്നു, കറണ്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇവിടെ കഴിഞ്ഞു. ഇതോടെ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇവിടെ ഓക്കെയാണ്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഓരോന്നിൻ്റെയും, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, അതുപോലെ റെസിസ്റ്റർ, ഇവരുടെ ഫേസിൽ ഇവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, AC കറണ്ടിന് ഞാൻ ഇവിടെ പാസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, ഇവരെ പവർ കൺസംപ്ഷൻ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയൊക്കെ പഠിക്കും. ഓക്കെ അല്ലേ? ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫേസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഫേസിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പഠിക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ എന്താ പഠിക്കാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്സ് അല്ലേ? നോക്കല്ലേ നമുക്ക് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്സ് എന്താണെന്ന് നോക്കാട്ടോ. നോക്കിക്കോളേ, ഞാൻ എൻ്റെ AC-നെ ഞാൻ എന്ത് ചെയ്യാൻ പോണേ? റെസിസ്റ്ററിലേക്ക് മാത്രം കണക്ട് ചെയ്യാൻ പോകുകയാണ്. നോക്കിക്കോ, ഒരു റെസിസ്റ്ററിനെ ഞാനിവിടെ എടുത്തു. ആ റെസിസ്റ്ററിലേക്ക് ഞാൻ എൻ്റെ AC ആൾട്ടർനേറ്റീവ് കറണ്ടിനെ കണക്ട് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ. ഫസ്റ്റ് കറണ്ട് ഇങ്ങനെ പോകില്ലേ? കറണ്ട് ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? കറണ്ട് ഇങ്ങനെ പോകും. ഇതിൻ്റെ വോൾട്ടേജ് ഉണ്ടാവും. ഇതിൽ ഞാൻ പറയുന്നു ദർ ഈസ് ഫസ്റ്റ് പോയിന്റ്, എല്ലാവരും പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ്. എന്താണ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്തൊക്കെ? കറണ്ട് ആൻഡ് വോൾട്ടേജ്. കറണ്ടിനും വോൾട്ടേജും തമ്മിൽ എന്തില്ല? ഫേസ് ഡിഫറൻസ് ഇവിടെയില്ല. ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഒരു AC-നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? റെസിസ്റ്ററിലൂടെ കടത്തി വിട്ടാൽ അവിടെ ഒരിക്കലും എന്തുണ്ടാകുന്നില്ല? ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്നറിയോ? വിന്റെ വാല്യൂ എന്താണ്? V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അതേപോലെ തന്നെ നമുക്ക് എഴുതാം I ഈക്വൽ ടു എന്താണ്? I0 സൈൻ ഒമേഗ ടി. ദേ ആർ ഇൻ ഫേസ്. അവർ തമ്മിൽ എന്തില്ല? അവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് മക്കൾ പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഇനി നോക്കുക, അതായത് ഇവിടെ നോക്കിക്കോ, I ഇങ്ങോട്ട് പോകും. I ഇങ്ങനെയാണെങ്കിൽ വിയും അതേപോലെ ഫേസിലാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് ഡയഗ്രാംസ് പഠിക്കാനുണ്ട്. ഒന്ന് ഫേസർ ഡയഗ്രാം, രണ്ട് വേവ് ഡയഗ്രാം. നോക്കിക്കോ,
ഫേസർ ഡയഗ്രാം പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് വേവ് ഡയഗ്രാം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ് എന്താണ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടറുകളെയാണ് നമ്മൾ എന്ത് പറയുക ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഞാൻ വരയ്ക്കാൻ പോവുകയാണ്, നോക്കിക്കോളൂ. ഇതാണ് ഫേസ് ഡയഗ്രാം എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ എന്ത് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്? കറണ്ട്, AC കറണ്ട് ത്രൂ എ റെസിസ്റ്ററെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ എന്ത് വരച്ചു? ഫസ്റ്റ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നു എൻ്റെ V. ഓക്കെ അല്ലേ? എൻ്റെ വോൾട്ടേജിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു, V വെച്ച് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നോക്കുന്നു, ഇനി എന്താ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കറണ്ടിനെയാണ്. ദേ ആർ ഇൻ ഫേസ്, അത് അവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ എൻ്റെ കറണ്ട് ഇങ്ങനെയായിരിക്കും ഐനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി I = I0 sin omega t എന്നില്ലേ, V = V0 sin omega t എന്നില്ലേ. അപ്പോൾ ആ ഫേസ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ωt എന്ന് റെപ്രസെന്റ് ചെയ്തു. ദിസ് വിൽ ബി മൈ ഫേസർ ഡയഗ്രാം ഫോർ വാട്ട്? എന്തിനാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്ത്? റെസിസ്റ്റർ എന്താണ് AC കറണ്ട് ത്രൂ എ റെസിസ്റ്റർ ആണ് ഇത് ഞാൻ റെപ്രസെന്റ് ചെയ്ത്. ഇനി ഞാൻ പറയാൻ പോകുന്നു, നോക്കിക്കോളൂ. ഇനി ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നു. വേവ് ഡയഗ്രാം ആണ് ഇനി ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകും. നോക്കിക്കോളൂ എങ്ങനെയാണ് വേവ് ഡയഗ്രാം വരയ്ക്കാന്നല്ലേ. ആദ്യം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ അല്ലേ? ഞാൻ എൻ്റെ അതായത് വോൾട്ടേജിന് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ആൻഡ് ഐ റെപ്രസെന്റ് ദിസ് വിച്ച് E or V or which റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് എന്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്? എൻ്റെ കറണ്ടിനെ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ദേ ആർ ഇൻ ഫേസ്, ദേ ഡു നോട്ട് ലാഗ് ഓർ ലീഡ് ബൈ എനിത്തിങ്. സോ ഞാൻ അതേപോലെ തന്നെ ഇൻ ഫേസിലായിട്ട് ഞാൻ ഇത് അവിടെ കറണ്ടിനെ വരയ്ക്കുന്നു. അല്ലേ? നോക്കി, ഇവർ ഇൻ ഫേസിലല്ലേ. അപ്പൊ ഇതാണ് എൻ്റെ I, ഇതാണ് എൻ്റെ V. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മളിവിടെ വേവ് ഡയഗ്രാം വരയ്ക്കാം. ഇത് T/2, ഇത് T. ഓക്കെ അല്ലേ? ഇത് ഹാഫ് സൈക്കിൾ, ഇതൊരു ഫുൾ സൈക്കിൾ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മളിവിടെ നമ്മളിവിടെ റെസിസ്റ്ററുടെ ഫേസർ ഡയഗ്രാം, വേവ് ഡയഗ്രാം ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്തെന്ന് പറയുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. എന്താണ്? പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. ഇവിടെ നമുക്ക് എന്താണെന്ന് അറിയാം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നോക്കിക്കോടാ, ഇവിടെ ഇൻഡക്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ പറയുക, ഇവിടെ കറണ്ട് വോൾട്ടേജിനേക്കാൾ ലാഗ് ചെയ്യും. കറണ്ട് ലാഗ് ചെയ്യും. എന്തിന്? വോൾട്ടേജ് തമ്മിൽ, കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരു ലാഗിങ് ഉണ്ടാവും. എങ്ങനെ വരിക? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 ആണ് വരിക. നോക്കല്ലേ? നോക്കിക്കോട്ടോ. കറണ്ട് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എല്ലാ മക്കളും എഴുതി വെച്ചോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ഇവിടെ ലാഗ് ചെയ്യുന്നു. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് എത്രയാണ് ഫേസ് ഡിഫറൻസ്? ഇവിടെ π/2 എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് വഴി കറണ്ട് ലാഗ് ചെയ്യുന്നു. ഇത് നമുക്ക് ഇക്വേഷനിൽ എഴുതിയാലും നോക്കി, ഞാൻ എഴുതാൻ പോവുകയാണ്. നോക്കിക്കോട്ടെ, കുട്ടികൾ ശ്രദ്ധിച്ചോളൂ. ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിന്റെ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നു. V equal to V0 sin omega t എന്ന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ റെപ്രസെന്റ് ചെയ്തു. വോൾട്ടേജിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു. V equal to V0 sin omega t എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? കറണ്ടിനെയാണ്. കറണ്ടിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് I equal to I0 എന്ന് ഞാൻ എഴുതി. എത്ര ഫേസ് ഡിഫറൻസിൽ അവർ ലാഗ് ചെയ്യുന്നത്? π/2 ഫേസ് ഡിഫറൻസിൽ അവർ ലാഗ് ചെയ്യുന്നു. I equal to sin omega t. മതിയോ? ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ, -π/2 എന്ന് എഴുതണം. ദാറ്റ് ഈസ് I equal to I0 into sin omega t -π/2 എന്നാണ് ഇവിടെ എഴുതുന്നത്. ദാറ്റ് ഈസ് കറണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു. വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ കറണ്ട് ഇവിടെ ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കാം. കറണ്ട് ലാഗ് ചെയ്യുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് I കണ്ടുപിടിക്കാൻ വേറെ ഇവിടെ ഒരു കാര്യം വരും. I equal to
ഐ ഈക്വൽ ടു വി ബൈ എക്സ് എൽ എന്ന് പറയും. എങ്ങനെയാണ്? വി ബൈ എക്സ് എൽ. ഇവിടെ കറണ്ട്, ഇവിടെ നമുക്ക് വോൾട്ടേജ് തരും. നോക്കിക്കോട്ടോ, ഇവിടെ ഞാൻ വരച്ചുതരാം. ഇതല്ല ഇൻഡക്ടർ. ഈ ഇൻഡക്ടറിന് ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ എക്സ് എൽ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെയാണ് നമ്മൾ എക്സ് എൽ എന്ന് പറഞ്ഞു ഇവിടെ റെപ്രസെന്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് വി തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കുകയാണ്. വി ഈക്വൽ V0 sin ωt എന്നിങ്ങനെ തരും. വി ഈക്വൽ V0 sin ωt. ഇത് നമ്മളോട് പറയും ഇതിലെ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? VI ഈക്വൽ ടു V ബൈ XL ചെയ്യണം. അപ്പൊ XL എന്താണെന്ന് പറഞ്ഞു. എന്താണ് XL? എന്താണ് XL ഈസ് എ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. എക്സൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് എക്സൽ എന്ന് പറയുന്നത്. ഈ എക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഒമേഗയാണ്. ഓക്കെ അല്ലെ? എക്സൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗയാണ്. ഒമേഗ എന്താണ്? ഒമേഗ നമ്മൾ പഠിച്ചത് ഒമേഗ ഈക്വൽ ടു 2πf. ഓക്കെ അല്ലേ? ഈ ഐൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സൽ ഈക്വൽ ടു എൽ ഒമേഗ, ഒമേഗ 2π5 എന്നൊക്കെ കിട്ടി. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പഠിക്കണം. ഈ എക്സലിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആസ് റെസിസ്റ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ഓം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അറിയോ? ഫൈൻഡ് ദ എന്താ പറയാ ഡൈമെൻഷൻ ഓഫ് R റെസിസ്റ്റർ ബൈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് R ബൈ XL. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആറും ഇതും സെയിം ആണ്. ദാറ്റ് വിൽ ബി എ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി. പറഞ്ഞു തരാം, നോക്കിക്കോട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. R ബൈ XL തരും ഇങ്ങനെ. എന്നിട്ട് എന്ത് പറയുന്നത് അറിയോ? ഇതിന്റെ ഡൈമെൻഷൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതാണ് മുന്നേ. എക്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതാണ്. എന്താണ് എക്സൽ എന്ന് പറയുന്നത്? റെസിസ്റ്ററിന്റെ സെയിം SI യൂണിറ്റ് ഉള്ളവനാണ്. സെയിം SI യൂണിറ്റ് ഉള്ളവനാണ്. അപ്പോൾ ഓമാണ്, ഇവനും ഓമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇത് രണ്ടും കൂടി. ഇതിന് SI യൂണിറ്റ് ഇല്ല. ഓക്കെ അല്ലേ? ഇനി ഡൈമെൻഷൻ പറഞ്ഞാൽ അത് ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിട്ട് പോകും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേടാ? ഇത്രയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഈ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലൂടെ ഒരു AC കറന്റിനെ ഞാൻ കടത്തിവിട്ടാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മെയിൻലി ആയിട്ട് ഇതാണ്. ആദ്യം നമ്മൾ പഠിക്കേണ്ട ഏറ്റവും മറക്കാൻ പാടില്ലാത്ത പോയിന്റ്, കറന്റ് ലാഗ് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? ഇവിടെ കറന്റ് ലാഗ് ചെയ്യുന്നു. കറന്റ് പിന്നിലായി പോകുന്നു. ഓക്കെ അല്ലേ? കറന്റ് പിന്നിലായി പോകുന്നു. വോൾട്ടേജ് ഇങ്ങനെ പോകും. എന്നിട്ട് ഈ കറന്റ് ഇവിടെ എത്തുമ്പോൾ ഈ ഇൻഡക്ടർ നിൽക്കണം അവിടെ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി. π/2 വെയിറ്റ് ചെയ്ത്. ഓക്കെ അല്ലേ? ലാഗ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 വെച്ച്. എത്ര ഡിഫറൻസ്? π/2 വെച്ചിട്ട് എന്താ പറയാ ലാഗ് ചെയ്യുന്നു. രണ്ടാമത്തെ V ഈക്വൽ ടു V0 sin ωt ആണ്. I ഈക്വൽ ടു I0 sin ωt മൈനസ് π/2. ആ ലാഗ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചു കറണ്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരും. അത് ഞാൻ പഠിച്ചു. ആ കറണ്ട് ഈക്വൽ ടു V/R ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ XL ഇൻഡക്ടർ ആയ കാരണം V/R പകരം XL. ഓക്കെ അല്ലേ? I ഈക്വൽ ടു V ബൈ XL എന്ന് എഴുതി. ഈ XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആസ് ഓഫ് റെസിസ്റ്റർ, ദാറ്റ് ഈസ് ഓം ആണ്. ഈ XL എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എൽ ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇത് കഴിഞ്ഞടാ. പ്യുവർ ഇൻഡക്ടർ കഴിഞ്ഞു. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. അടുത്തെന്താണ്? ഇങ്ങനെ പഠിച്ചാൽ പോരാ. നമുക്ക് എന്ത് പഠിക്കണം? ഫേസർ ഡയഗ്രം പഠിക്കാനുണ്ട്, വേവ് ഡയഗ്രം വരയ്ക്കണം. നോക്കല്ലേ? ഫേസർ ഡയഗ്രം വരയ്ക്കാം, വേഗം വരയ്ക്കാം. വാ, കമോൺ. ഫേസർ ഡയഗ്രത്തിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നു. ഏതിനെ? വോൾട്ടേജിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു V. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇനി കറണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണോ വരയ്ക്കേണ്ടത്? കറണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണോ വരയ്ക്കേണ്ടത്? അല്ല, കറണ്ട് ഞാൻ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു π/2 ഫേസ് ഡിഫറൻസിലാണ് വരയ്ക്കേണ്ടത്. എങ്ങനെയാണ്? ലീഡ് ചെയ്യാണോ ലാഗ് ചെയ്യണോ? ലാഗ് ചെയ്യാണ് വേണ്ടത്. ഞാൻ വരയ്ക്കുന്നു ഇങ്ങനെ. ഓക്കെ അല്ലേ? ഇങ്ങനെ. ഇവിടെയാണ് എൻ്റെ V, ഇവിടെയാണ് എൻ്റെ I. ഇവിടെയാണ് എൻ്റെ I, ഇവിടെയാണ് V. ദാറ്റ് വിൽ ബി, അവർ തമ്മിൽ എന്തൊരു ഡിഫറൻസ് ഉണ്ടാകും? ഒരു 90 ഫേസ് ഡിഫറൻസ്, ദാറ്റ് ഈസ് π/2 ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് എൻ്റെ ഫേസർ ഡയഗ്രം ഫോർ പ്യുവർലി ഇൻഡക്ടർ സർക്യൂട്ട് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത് വരയ്ക്കേണ്ടത് എന്താണ്? അടുത്ത് ഞാൻ വരയ്ക്കേണ്ടത് എൻ്റെ വേവ് ഡയഗ്രമാണ്. വേവ് ഡയഗ്രം നോക്കാം. വേവ് ഡയഗ്രം വരയ്ക്കാം. വേവ് ഡയഗ്രം ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു എൻ്റെ വോൾട്ടേജിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്തു. V എന്ന് പറഞ്ഞ എൻ്റെ വോൾട്ടേജിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇനി ഞാൻ എന്തിനെ റെപ്രസെന്റ് ചെയ്തത്? എൻ്റെ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യണം. പക്ഷെ കറണ്ട് ഒരു π/2 ഫേസ് ഡിഫറൻസ് ബാക്കിലാണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. നോക്കിക്കോ.
ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് കറണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഐ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ പറയാൻ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേടാ? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കറണ്ട് ഇവിടെ ലാഗ് ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുക, ഈ ഫേസർ ഡയഗ്രാം എന്നിട്ട് ഇത് ഏതിൻ്റെയാണ് നോക്കി നമ്മൾ പറയും എന്താണ്, ഇവിടെ ഞാൻ നോക്കുമ്പോൾ വോൾട്ടേജ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വോൾട്ടേജ് ലാഗായിട്ട്, വോൾട്ടേജിന് ബാക്കിലായിട്ട് ലാഗ് ചെയ്ത് കറണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ഏതിൻ്റെയാണ്? വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു, അല്ല സോറി, കറണ്ട് ലാഗ് ചെയ്യുന്നു. കറണ്ട് ലാഗ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അത് ഇൻഡക്ടറിലാണ്, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ഇപ്പോൾ ഇത് മക്കൾക്ക് എഴുതാൻ സുഖല്ലേ? എളുപ്പമായില്ലേ? ഈ കൺസെപ്റ്റ് ഒക്കെ സെറ്റ് ആയില്ലേ? അടുത്തതിലിട്ട് പോകുന്നു. അടുത്തെന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. എക്സൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ അത് 2πf ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്ങനെയാണ് വരുന്നത്? ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ഇനി ഐ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? V/XL കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇവിടെ വരുന്നത് നമുക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? IRMS കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് I P/0 കണ്ടുപിടിക്കാൻ പറ്റും. IRMS കണ്ടുപിടിക്കാൻ VRMS ചെയ്താൽ മതി. VRMS ബൈ സെറ്റ് ചെയ്താൽ മതി. VRMS/XL ചെയ്താൽ മതി. ഓക്കെ അല്ലേ? VRMS/XL ചെയ്താൽ മതി. അതുപോലെ I0 കണ്ടുപിടിക്കാൻ V0/XL ചെയ്താൽ മതി. ഓക്കെ അല്ലേ? എളുപ്പം കാര്യങ്ങൾ. V0/XL ചെയ്താൽ മതി. സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ഞാൻ ഇനി ഒരു പോയിന്റ് പറഞ്ഞു തരട്ടെ, നോക്കിക്കോട്ടോ. വാട്ട് ഇഫ് ഞാൻ പറയാണ്, വാട്ട് ഇഫ് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഞാൻ മാറ്റിക്കൊണ്ട്, സെയിം ഇൻഡക്ടറാണ് ഇവിടെ ഉള്ളത്, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഞാൻ മാറ്റിക്കൊണ്ട് ഞാൻ ഇവിടെ ഒരു DC കണക്ട് ചെയ്തു, ഡയറക്റ്റ് കറണ്ട് ഞാൻ കണക്ട് ചെയ്തു. അന്നേരം ഇവിടെ എന്താ ഉണ്ടാവുക? ഫോർ ഡി സി ഇൻഡക്ടർ എന്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കല്ലേ? ഡയറക്റ്റ് കറണ്ടിൽ ഞാൻ പറയുന്നു XL എന്ന് പറഞ്ഞാൽ എന്താ? L ഒമേഗയാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ ഒമേഗ എന്താ? 0 ആണ്. കാരണം എന്താ? ഫ്രീക്വൻസി ഇവിടെ ചെയ്യാൻ ചേഞ്ച് വരുന്നില്ല, ഫ്രീക്വൻസി ഇല്ല. അപ്പോൾ എന്താ? ഒമേഗ എന്താണ്? ഒമേഗ 0 ആണ്. അതായത് XL 0 ആണ്. ഓക്കെ അല്ലേ? XL 0 ആണ്. XL 0 ആണെന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ഇവിടെ ഇൻഡക്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതായത് നോക്കിയോ, ഇൻഡക്ടർ നമ്മൾ പറഞ്ഞു E = -L/di/dt. അതായത് കറണ്ട് ചേഞ്ച് ചെയ്യണ്ടേ? കറണ്ട് ചേഞ്ച് ചെയ്താലല്ലേ ഇവിടെ ഇൻഡക്ടർ വർക്ക് ആവത്തുള്ളൂ. di/dt ഇവിടെ ചേഞ്ച് വന്നാലേ ഇവിടെ എന്താണ്? ഇൻഡ്യൂസ് EMF ഒക്കെ ഉണ്ടാവുള്ളൂ, ഇൻഡക്ടർ വർക്ക് ആവത്തുള്ളൂ. ഇവിടെ ഇൻഡ്യൂസ് EMF ഉണ്ടാവണ്ടേ? അതൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല ഇതിൽ, ഡയറക്റ്റ് കറണ്ടിൽ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഡയറക്റ്റ് കറണ്ടിൽ ഇൻഡക്ടർ വർക്ക് ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായത് എങ്ങനെ വന്നതെന്ന്? ഓക്കെ അല്ലേ? എടാ സിമ്പിൾ കാര്യമല്ലേ? എന്താണ്? XL ഇവിടെ 0 ആയി പോകും. കാരണം എന്താ? ഫ്രീക്വൻസി 0 ആയി പോകും. ഒമേഗയും 0 ആയി പോകും. അപ്പോൾ XL മൊത്തമായിട്ട് 0 ആയി പോകും. XL മൊത്തമായി 0 എന്ന കാരണം ഇത് 0 ആവുമ്പോൾ IL കൂടെ പോകത്തില്ല. അപ്പോൾ നോക്കിക്കോ എന്താ വരിക? പിന്നെ E = -L/di/dt എന്ന് വരും. E = -L/di/dt എന്നല്ലേ വരിക. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ കറണ്ട് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? കറണ്ട് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? കറണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ഇവിടെ ഇൻഡക്ടർ വർക്ക് ആവുന്നില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന അറിയുക? I ഇങ്ങനെ പോകും, അങ്ങനെ കറണ്ട് ഇങ്ങനെ കടന്നു പോകും, ഒരു സാധാ ഒരു വയർ പോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകും. ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഡയറക്റ്റ് കറണ്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അടുത്തിലോട്ട് പോവാം. എന്താ അടുത്ത കാര്യം? പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പം നമ്മൾ ഒരു റെസിസ്റ്ററിനെ കണക്ട് ചെയ്തു, അതേപോലെ ഇൻഡക്ടറിനെയും കണക്ട് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കപ്പാസിറ്ററിനെ കണക്ട് ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്നാണ്. നോക്കിയാലോ? കപ്പാസിറ്ററിനെ കണക്ട് ചെയ്താൽ ആദ്യമായി ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു. ഫസ്റ്റ് നമ്മൾ ഈ റെസിസ്റ്ററിൽ പഠിച്ചപ്പോൾ there is no phase difference ഇത് പഠിച്ചു. ഇനി ഇൻഡക്ടറിനെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? പ്യുവർലി ഇൻഡക്ടർ ആയപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? there is a phase difference, there is a lagging, കറണ്ട് ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമതായി ഇവിടെ പഠിക്കുന്നു, ഇവിടെ എന്താണ്? ലാഗിങ് അല്ല, കറണ്ട് ലീഡ് ചെയ്യുന്നു. എന്താണ്? കറണ്ട് ലീഡ് ചെയ്യുന്നു. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. വോൾട്ടേജിനെ കറണ്ട് ലീഡ് ചെയ്യുന്നു. എത്ര ഫേസ് ഡിഫറൻസ്? ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് എത്ര ഫേസ് ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്? π/2 തന്നെ. ഓക്കെ അല്ലേ? ഫേസ് ഡിഫറൻസ് ഓഫ് π/2 ആണ് വരിക. ഓക്കെ അല്ലേ? ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം അവരുടെ ഇക്വേഷൻസ് എഴുതണം. ഞാൻ ആദ്യം എഴുതുന്നു V equal to V0 sin omega t എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? V equal to V0 sin omega t എന്ന് എഴുതി. ഇനി ഞാൻ എഴുതുന്നു I equal to I0 sin omega t. മതിയോ? sin omega t അവിടെ നിർത്തണോ?
അല്ല കറണ്ട് ലീഡ് ചെയ്യുന്നു എന്ന് കാണിക്കണം. അതുകൊണ്ട് ഞാൻ +π/2 എന്ന് എഴുതി. ദാറ്റ് ഈസ് മൈ ഇക്വേഷൻ. കറണ്ട് ഇവിടെ ലീഡ് ചെയ്യുന്നു എന്ന് കാണിക്കണം അല്ലേ. ഏത് വഴിയാണ് ലീഡ് ചെയ്യുന്നത്, എത്ര വെച്ചിട്ട് ലീഡ് ചെയ്യുന്നത്? ബൈ ഫേസ് ഡിഫറൻസ് ഓഫ് π/2. അത് ഞാൻ ഇവിടെ കാണിച്ചു, റെപ്രസെന്റ് ചെയ്തു. I = I0 sin ωt + π/2. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം അവിടെ നമ്മൾ പഠിച്ചു XL = 1CLω എന്ന് പഠിച്ചു. ഇനി ഇവിടെ പഠിക്കുന്നു കപ്പാസിറ്റൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. നോക്കിക്കോട്ടെ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കും. എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കുക? ഇവിടെ ആദ്യം ഇങ്ങനെ തരും, ഒരു കപ്പാസിറ്റൻസ് ഉള്ള കണക്ട് ചെയ്ത ആളിലേക്ക് എന്ത് ചെയ്തു, ഒരു AC കണക്ട് ചെയ്തു എന്ന് പറയും. ഓക്കെ അല്ലേ? എന്നിട്ട് അവൾ അതിൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കും I = V/XC. കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിരുന്നു, ഇവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. XC എന്ന് പറഞ്ഞാൽ ഓർത്തോളണം, അത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. ഓക്കെ അല്ലേ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് എന്ത്, നമ്മളുടെ XC എന്ന് പറയുന്നത്. ഈ XCയുടെ വാല്യൂ എങ്ങനെയാണ്? XC = 1/C⍵ ആണ്. അവിടെ L ω ആയിരുന്നു, ഇവിടെ 1/C⍵ ആണ് XCയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? XC = 1/C⍵. ഇനി ഒരു കാര്യം കൂടി നേരത്തെ വെച്ചോ. XC എന്ന് പറയുന്നതും XL എന്ന് പറയുന്നതും R എന്ന് പറയുന്നതിൻ്റെയും മൂന്നിൻ്റെയും SI യൂണിറ്റ് സെയിം ആണ്. ഓക്കെ അല്ലേ? SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം തന്നെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻസുകളും ഇതിൽ നിന്ന് ഫ്രെയിം ചെയ്യും. ഓക്കെ അല്ലേ? ഡൈമെൻഷൻ യൂണിറ്റ് മെഷർമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഇത് ഫ്രെയിം ചെയ്ത് കാണും. എങ്ങനെയാണ് XC ചിലപ്പോൾ R/XL/XC SI യൂണിറ്റ് കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെയൊക്കെ പറയും. ഓക്കെ അല്ലേ? അതെന്താണ്? മൂന്നും ഓം തന്നെയാണ് ഇതിൻ്റെ യൂണിറ്റ് വരും. കപ്പാസിറ്റി റിയാക്ഷൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് R, മൂന്നിൻ്റെ ഇതും എന്താണ്? SI യൂണിറ്റ് ഓം തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോകാം. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഓക്കെ, ഇതിന് ഫേസർ ഡയഗ്രാം വരയ്ക്കണം, അതിൻ്റെ വേവ് ഡയഗ്രാം വരയ്ക്കണം. സിമ്പിൾ അല്ലേ? എങ്ങനെ നമ്മൾ വരയ്ക്കാൻ നോക്കാം. നമ്മൾ വരയ്ക്കാൻ പോകുന്നു, നോക്കിക്കൊള്ളേ. ആദ്യം നമ്മൾ എന്തിനാ വരയ്ക്കേണ്ടത്? ആദ്യം നമ്മൾ നമ്മളുടെ വോൾട്ടേജിന് ഇങ്ങനെ വരച്ചു. വോൾട്ടേജിന് ഞാനിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. V പറഞ്ഞ് വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് എൻ്റെ കറണ്ടിനെയാണ്. എന്തിനാണ് വരയ്ക്കാൻ പോകുന്നത്? എൻ്റെ കറണ്ടിനെയാണ്. ഇവിടെ കറണ്ട് ലീഡ് ചെയ്യാണോ ലാഗ് ചെയ്യാണോ? കറണ്ട് ലീഡ് ചെയ്യണോ ലാഗ് ചെയ്യണോ? കപ്പാസിറ്ററിൽ ലീഡ് ചെയ്യുകയാണ്. ഇൻഡക്ടറിലാണെങ്കിൽ അത് ലാഗ് ചെയ്യായിരുന്നു. കപ്പാസിറ്ററിൽ എന്താണ്? അത് ലീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചു. ആൻഡ് ഐ ഗീവ് ഇറ്റ് കറണ്ട്. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? കറണ്ടിൻ്റെ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഞാൻ വരയ്ക്കുന്നു, ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് π/2 എന്ന് പറയുന്നൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇതെന്താണ്? ഇതെല്ലാവർക്കും അറിയാം, ωt ആണ്. നോക്കിക്കഴിഞ്ഞാൽ I = I0 sin ωt + π/2. V = V0 sin ωt. എങ്ങനെയാണ്? V = V0 sin ωt. I = I0 sin ωt + π/2. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇത് വരുന്നത്. സിമ്പിൾ അല്ല ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പറ. ഇനി ഇങ്ങനൊരു ഫേസർ ഡയഗ്രാം കണ്ടാൽ കുട്ടികൾക്ക് എഴുതാൻ പറ്റില്ല. എന്താ സംഭവം? ഇതെന്താ മനസ്സിലായോ? V ഇങ്ങോട്ട്, I ഇങ്ങോട്ട്, കറണ്ട് ഇവിടെ ലീഡ് ചെയ്യുന്നു. കപ്പാസിറ്റീവ് ആകുമ്പോൾ കറണ്ട് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിന്റെ ഫേസർ ഡയഗ്രാം ഇങ്ങനെ എഴുതി. ഇനി അടുത്ത സിമ്പിൾ കാര്യം, വേവ് ഡയഗ്രാം കൂടി വരയ്ക്കാം. വേവ് ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമാണ്. ഇങ്ങനല്ലേ? എളുപ്പമല്ലേ വേവ് ഡയഗ്രാം വരയ്ക്കാൻ? വരച്ചു. ആദ്യം ഞാൻ വോൾട്ടേജ് വരയ്ക്കുന്നു. എൻ്റെ നോക്കിക്കോ, ഇങ്ങനെ വരച്ചു. ആൻഡ് ഐ ഗീവ് ഇറ്റ് ആസ് V. വോൾട്ടേജ് കൊടുത്തു. ഇനി കറണ്ട് എന്താ അവിടെ ചെയ്യുന്നത്? ലീഡ് ചെയ്യണോ ലാഗ് ചെയ്യണോ? ആലോചിച്ച് പറ. കപ്പാസിറ്റൻസ് ആണ്. ഫസ്റ്റ് കാണുന്നു C കറണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ C. അപ്പൊ കറണ്ട് ലീഡ് ചെയ്യാം. ഏറ്റവും മുന്നിൽ C ആണ്, ഏറ്റവും മുന്നിൽ കറണ്ട് ആണ്. അപ്പൊ ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുന്നു അല്ലേ? ബാക്കിൽ ഇൻഡക്ടർ ആകുമ്പോൾ എന്താ? ആ മൂന്നെണ്ണം പഠിക്കാമല്ലോ. ഒന്ന് റെസിസ്റ്ററിൽ ഇൻ ഫേസ് ആണെന്ന് പഠിക്കാം. രണ്ടും ഒരേ ഫേസിലാണെന്ന് പഠിക്കാം. പിന്നെ ഉള്ളത് ഇൻഡക്ടറും കപ്പാസിറ്ററും ആണ്. കുട്ടികളെല്ലാം ഇത് മാറി. അപ്പൊ എന്താ C കപ്പാസിറ്ററിൽ ഫസ്റ്റ് തന്നെ C വരുന്നത് അല്ലേ? കപ്പാസിറ്ററിൽ ഫസ്റ്റ് തന്നെ C വരുന്നത്. C ആണെങ്കിൽ അത് ഏറ്റവും മുന്നിലാണ്. അപ്പൊ എന്താ? ലീഡ് ചെയ്യുന്നു. കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കോ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. നോക്കിക്കോളേ, ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇവിടെ കറണ്ട്. കണ്ട ഇപ്പോൾ എന്താ? കപ്പാസിറ്റർ ഇതാണ് എൻ്റെ I വരുമ്പോൾ ഇതിവിടെ ലീഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായാലേ? ഇങ്ങനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. വരച്ചാൽ ഇങ്ങനെ അത് ടച്ച് ചെയ്ത് പോകും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ അല്ലേടാ? അപ്പോൾ മനസ്സിലായാലേ എങ്ങനെ വരയ്ക്കേണ്ടത്? ഇത് I ആയിരിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ വേവ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇപ്പോൾ മൂന്നെണ്ണം നമ്മൾ എന്തൊക്കെ പഠിച്ചു?
ഇപ്പൊ ഒന്ന് സമ്മറൈസ് ചെയ്താൽ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ പ്യുവർലി ഇൻഡക്റ്റീവ് കാര്യം പഠിച്ചു. അതിൽ പഠിക്കേണ്ട ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഫേസിലാണെന്ന് പഠിച്ചു. പിന്നെ ഇൻഡക്ടറിൻ്റെ പഠിച്ചു, റെസിസ്റ്റർ കഴിഞ്ഞ് ഇനി ഇൻഡക്ടറിനെ പഠിച്ചു. ഇൻഡക്ടർ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻഡക്ടറിൽ എന്താണ്? അതിൽ ലാഗ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യുന്നു എന്ന് പഠിച്ചു. പിന്നെ അതിലെന്ത് പഠിച്ചു? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അതായത് XL പഠിച്ചു. XLൻ്റെ ഫോർമുല L ഒമേഗയാണെന്ന് പഠിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചു എന്ത്? കപ്പാസിറ്റർ, പ്യുവർ കപ്പാസിറ്റർ ആണെങ്കിൽ എന്ത് പഠിച്ചു? അവിടെ എന്താ? കറണ്ട് ലീഡ് ചെയ്യും എന്ന് പഠിച്ചു. കറണ്ട് ലീഡ് ചെയ്യും, അതിലൊരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1/C ഒമേഗയാണെന്നും പഠിച്ചു. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അടുത്തത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പറ. XC = 1/C ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോളേ, ഇത് ഇത്ര വരിക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് I കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കാൻ നമുക്ക് 2 I ഉണ്ട്. ഏതൊക്കെ 2 I നമ്മൾ ഇവിടെ പഠിക്കുന്ന 2 കറണ്ട് ഏതൊക്കെയാണ്? ഒന്ന് പീക്ക് കറണ്ട് I0, രണ്ടാമത്തത് IRMS അല്ലേ? IRMS കറണ്ടും പീക്ക് കറണ്ടും. I0 കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, V0/XC ചെയ്യുക. IRMS കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, VRMS ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? XC ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാണാൻ. ഓക്കെ അല്ലേ? XC ആണിത്. ഓക്കെ, XC ചെയ്യുക. ഓക്കെ അല്ലേ? 2 തരം കറണ്ട്, പീക്ക് കറണ്ട്, RMS കറണ്ട്. പീക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പീക്ക് വോൾട്ടേജ് ബൈ XC ചെയ്യുക. RMS കറണ്ട് കണ്ടുപിടിക്കാൻ RMS കറണ്ട് കണ്ടുപിടിക്കാൻ VRMS ഡിവൈഡ് ബൈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ XC വെച്ച് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് രണ്ടും മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ അവസാനമായി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വാട്ട് ഇഫ് ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആരെ നോക്കിക്കോളണം? ഞാൻ കണക്ട് ചെയ്ത് ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻഡക്ടർ, ഒരു AC സർക്യൂട്ടിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. അങ്ങനെ XC എന്ന് പറഞ്ഞാൽ എന്താ? 1/C ഒമേഗ, ദാറ്റ് ഈസ് 1/2πf. ഇവിടെ 0 വരും, 1/0 വരും. 1/0 വന്നാൽ XC എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് പോകും അല്ലേ? XC എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിട്ട് പോകും. വളരെയധികം ഹൈ ആയിട്ട് പറഞ്ഞാൽ I എന്താണ്? I എന്ന് പറഞ്ഞാൽ V/ഇൻഫിനിറ്റി ആയിട്ട് പോകും. V/ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി ഭയങ്കര, അപ്പോൾ കറണ്ട് അതിനെ പോവില്ല. ദാറ്റ് വിൽ ബി ഇങ്ങനെയാവും. അതൊരു ഓപ്പൺ സർക്യൂട്ട് പോലെയാവും, അതിനെ കറണ്ട് പോവത്തില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഡസ് നോട്ട് അലോ കറണ്ട് ടു ഫ്ലോ ഇൻ ഡയറക്റ്റ് കറണ്ട്. അത്ര വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഭയങ്കര കൂടുതലാവും. അപ്പോൾ എന്താണ്? ഈ ഇൻഡക്ടർ ഭയങ്കര ഇൻഫിനിറ്റി പോലെ കറണ്ട് ഇത് അത്രയും കൂടി, ഇത് അത്രയും കുറയില്ല, കറണ്ട് അവിടെ പാസ് ചെയ്യത്തില്ല. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് തുറന്ന സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട് പോലെ ആയിപ്പോൾ. അതായത് ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോട്ടോ. എന്നിട്ട് പറയാണ്, ഇതിൽ രണ്ടിലൂടെയും പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതിലൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും. ഇതിങ്ങനെ വർക്ക് ചെയ്യത്തില്ല. ആകെ ഇതിലൂടെ മാത്രമേ കറണ്ട് പോകുള്ളൂ. റെസിസ്റ്ററിലൂടെ മാത്രമേ കറണ്ട് പോകുന്നുള്ളതാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത് ഫിനിഷ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്താണ്. പ്യുവർ റെസിസ്റ്റർ പഠിച്ചു, പ്യുവർ ഇൻഡക്ടർ പഠിച്ചു, പ്യുവർ കപ്പാസിറ്റർ പഠിച്ചു. ഇനി അടുത്തതിലോട്ട് പോകും. എന്താ അടുത്തെന്ന് നോക്കിക്കോ. അടുത്തത് സീരീസ് LR സർക്യൂട്ടാണ്. അതായത് ഞാനൊരു ഇൻഡക്ടറിനെയും ഒരു റെസിസ്റ്ററിനെയും പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചോക്ക് കോയിലിൻ്റെ അപ്ലിക്കേഷൻ ഇതിലാണ് വരുന്നത്. ഓക്കെ, ഒരു സീരീസ് LR സർക്യൂട്ടിലാണ്. ഞാൻ എന്താ ചെയ്തത് നോക്കിക്കോ. ഒരു ഇൻഡക്ടർ എടുത്തു, ഒരു റെസിസ്റ്റർ എടുത്തു, പിന്നെ ഒരു ഇൻഡക്ടർ എടുത്തു. ഞാൻ സീരീസ് ആയിട്ട് അവരെ കണക്ട് ചെയ്തു, ടു എ AC സോഴ്സിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാടാ. നോക്കിക്കോട്ടോ. നോക്കുക, അതിലൊരു L, ഇവിടെ ഒരു R അല്ലേ? ഒരു റെസിസ്റ്റർ, നേരെ തിരിച്ചില്ലേ? ഒരു റെസിസ്റ്ററെ ഞാൻ കണക്ട് ചെയ്തു, ഇവിടെ ഒരു ഇൻഡക്ടറെ ഞാൻ കണക്ട് ചെയ്തു വെച്ചു. ഇനി ഇവിടെ ഇതിലുണ്ടാകുന്ന വോൾട്ടേജിന് എന്ത് സംഭവിക്കും? ഇതിലുണ്ടാകാൻ പോകുന്ന റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? നെറ്റ് ഇംപീഡൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനൊരു ടേം ഇൻഡ്യൂസ് ചെയ്യാൻ നെറ്റ് ഇംപീഡൻസ്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? നോക്കാം, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. നോക്കിക്കോട്ടോ. ഇവിടെ കറണ്ട് എങ്ങനെ ഇവിടെ പോവാ? നോക്കിക്കോ. ഇവിടെ കറണ്ട് എങ്ങനെ? റെസിസ്റ്ററിൽ കറണ്ട് എങ്ങനെ പോവാ? നേരെ പോകും. ഇൻ ഫേസിൽ കറണ്ട് ഇങ്ങനെ പോകും. അതേ ഫേസിലാണ് ഇതിൻ്റെ വോൾട്ടേജും പോവുക അല്ലേ? ഇതിൻ്റെ VR റെസിസ്റ്റർ വോൾട്ടേജും അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല പഠിച്ചത്. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്. ഇവിടെ നോക്കുമ്പോൾ കറണ്ട് ഇങ്ങനെയാണ് അല്ലേ? കറണ്ട് കറണ്ട് എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു. വോൾട്ടേജ് അപ്പം എങ്ങനെ ഉണ്ടാവുക? വോൾട്ടേജ് ഇങ്ങനെ നേരെ ഇങ്ങനെ ആയിരിക്കും, VR ആയിരിക്കും, VL ഇങ്ങനെ ആയിരിക്കും അല്ലേ? വോൾട്ടേജ് ഇവിടെ ലീഡ് ചെയ്യുന്നു, കറണ്ട് ലാഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. അത് ഞാനിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഞാനിവിടെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. നോക്കിക്കോട്ടെ കുട്ടികളെ, എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്?
ഞാൻ വോൾട്ടേജ് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നു അല്ലേ. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, വി ആർ കണ്ട, വി ആർ എങ്ങനെയാണ് നേരെ ഇങ്ങനെ പോവുക അല്ലേ. വി ആർ ഇങ്ങനെ കണ്ട, കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ വി ആർ ഇങ്ങനെ പോവുക. കറണ്ട് ഇങ്ങനെ തന്നെ പോകുമ്പോൾ, നേരെ തന്നെ പോകുമ്പോൾ വി എൽ എങ്ങോട്ടാ, മേലോട്ടാ. ഓക്കെ, വി എൽ എങ്ങോട്ടാണ്, മേലോട്ടാണ്. ഓക്കെ അല്ലേ. ഈ സംഭവം മനസ്സിലായോ? ഇതിങ്ങനെ മനസ്സിലായി, ഇങ്ങനെ വരച്ചെന്ന് മനസ്സിലായില്ലേ. ഇനി 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 ഇതിൻ്റെ വി നെറ്റ് ഞാൻ വരയ്ക്കാൻ പോവാണേ. ഇതിൻ്റെ രണ്ടിൻ്റെ വി നെറ്റ് വോൾട്ടേജ് എന്താണെന്ന് അറിയോ? ഇത് നെറ്റ് വോൾട്ടേജ്, ഒന്നാമത്തെ കാര്യം ബേസിക് ആയി പഠിക്കേണ്ട വി നെറ്റ് എന്ന് പറയുന്ന കാര്യം ഈക്വൽ ടു എന്താവും, റൂട്ട് ഓഫ്, കണ്ടുപിടിക്കുക, ട്രയാങ്കിൾ വരച്ച് കണ്ടുപിടിച്ചോ, റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ ആയിരിക്കും. ഇവിടെ വി സീറോ എന്തായിരിക്കും, വി സീറോ എന്ന് പറഞ്ഞാൽ വി സീറോ സൈൻ ഒമേഗ ടി ആയിരിക്കും. ഐ എന്ന് പറയുന്നത് ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് 5 ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി 5 അല്ല 5 ഫേസ് ഡിഫറൻസ്. ഇനി 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 നമ്മൾ രണ്ടാമതായും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയും പഠിക്കാൻ പോകുന്ന കാര്യമാണ് നെറ്റ് ഇംപീഡൻസ് എന്ന് പറയുന്ന കാര്യം. നെറ്റ് ഇംപീഡൻസ് ഒരു പുതിയൊരു ടേമാണ് ഞാനിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നെറ്റ് ഇംപീഡൻസ് അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു സെറ്റുമായിട്ട്. ഇതെന്തിനാ ഈ ടേം, എടാ ഇവിടെ നോക്കിക്കോ, എനിക്ക് എൻ്റെ പീക്ക് കറണ്ട് കണ്ടുപിടിക്കണം. ഐ ഈക്വൾ ടു ഞാൻ എന്ത് ചെയ്യും, V/R ചെയ്യും അല്ലേ, V/R ചെയ്യും. അതേ ഐ ഈക്വൾ ടു ഞാൻ എന്ത് ചെയ്യും, അതേപോലെ ഞാൻ എന്ത് ചെയ്യും, VL/XL ചെയ്യും. ശരിക്കും ഐ അപ്പം എന്താണ്, ഇങ്ങനെ ചോദ്യം വന്നില്ലേ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതിനെ, നെറ്റ് ഇംപീഡൻസ് എന്ന് പറയുന്ന ടേം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നോക്കാം ഇംപീഡൻസ്, നെറ്റ് ഇംപീഡൻസ് എന്ന് പറയുന്ന സാധനം നോക്കിക്കോ. ഞാൻ ഇപ്പോൾ അവിടെ വരച്ച ഡയഗ്രാം നേരെ ഇവിടെ വരയ്ക്കുന്നു. VR VL നോക്കിക്കോട്ടെ, VR ഇവിടെ VL. ഞാൻ എന്ത് ചെയ്തു, രണ്ടിനും ഐ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തു. എന്താണ് ചെയ്തത്, V ഈക്വൾ ടു രണ്ടിനും VI ബൈ കറണ്ട് വഴി ഞാൻ എന്ത്, രണ്ടിനും കറണ്ട് വഴി ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ എന്ത് വരും, ഇവിടെ എന്ത് വരും, ഇവിടെ എക്സ് എല്ലും വരും, ഇവിടെ ആറും വരും അല്ലേ, ഇവിടെ ആറും വരും. ഓക്കെ അല്ലേ, ഇവിടെ 6 വരും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം എനിക്കിങ്ങനെ കിട്ടി. ഇതിന് ഇങ്ങനെ ഞാൻ വരച്ചാൽ ഇവിടെ വരുന്നതാണ് നെറ്റ് ഇംപീഡൻസ് അഥവാ സെറ്റ്. ഈ 6 നെറ്റ് റിയാക്റ്റൻസ് കിട്ടാൻ, നെറ്റ് റിയാക്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെറ്റ് ഇംപീഡൻസ്. അതായത് ഇവിടെ XL എന്ന് പറയുന്നത് എന്താണ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. ഇത് രണ്ടിൻ്റെയും നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് ഇംപീഡൻസ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും, അപ്പോൾ ഇതിൻ്റെ വാല്യൂ പറ, സിമ്പിൾ വാല്യൂ അല്ലേ. സെഡ് ഈക്വൾ ടു എന്താ, ട്രയാങ്കിൾ കണ്ടുപിടിക്കുമ്പോൾ R സ്ക്വയർ പ്ലസ് XL ദ ഹോൾ സ്ക്വയർ ആയിട്ടാണ് വരിക. ഓക്കെ അല്ലേ. R സ്ക്വയർ ദ ഹോൾ റൂട്ട്, R സ്ക്വയർ പ്ലസ് XL ദ ഹോൾ സ്ക്വയർ, XL സ്ക്വയർ പ്ലസ് ദ റൂട്ട് R ഈക്വൾ സെഡ് ഈക്വൾ ടു, ഒന്നാമത്തെ കാര്യം എത്ര, മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കണം, Z ഈക്വൾ ടു ആറിൻ്റെ സ്ക്വയർ പ്ലസ് XLൻ്റെ സ്ക്വയർ ഹോൾ റൂട്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി നോക്കടാ, ഇതല്ലേ നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഫേസ് ഫൈ എന്ന് പറയുന്നത് അല്ലേ. 2 പുതിയ ടേമുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന ടാൻ ഫൈ. എന്താണ് ടാൻ ഫൈ? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെ. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഓർത്ത് വെച്ചോ, ദാറ്റ് ഈസ് മൈ ഫേസ് ഡിഫറൻസ്. ടാൻ ഫൈ എന്താണ്, ദാറ്റ് ഈസ് ദ ഫേസ് ഡിഫറൻസിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്, ടാൻ ഫൈ എന്ന് പറഞ്ഞത്. ടാൻ ഫൈ എത്രയാണ് പറ, ടാൻ ഫൈ എത്രയാണ്? ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയുടെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇവിടെ ഓപ്പോസിറ്റ് എന്താണ്, XL ആണ് വരുന്നത്. അപ്പോൾ XL അഡ്ജസൻ്റ് ആയിട്ട് ഏതാ വരുന്നത്, R ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇതിന് ഞാൻ ട്രയാങ്കിൾ പോലെ വരച്ച് നോക്കിക്കോ. ഇങ്ങോട്ടേക്ക് Z, ഇങ്ങോട്ടേക്ക് R, ഇങ്ങോട്ടേക്ക് XL. ഇനി പറ, ഇതാണ് എൻ്റെ ഫൈ. ഇനി ടാൻ ഫൈ പറ. നോക്ക്, ഇനി ടാൻ ഫൈ ഈ വെക്ടർ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവച്ചൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി. എന്നിട്ട് ഇനി ടാൻ ഫൈ പറ. നോക്കിയോ, ഇത് R ആണ്. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് XL ഡിവൈഡ് ബൈ R, അതായത് അഡ്ജസൻറ്റ് ഉള്ളത് R. അപ്പോൾ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ XL ബൈ R ആയിരിക്കും. ഒരു ടൈമും കൂടി ഞാൻ പറയുന്നു. അഞ്ചാമത്തെ ഒരു ടൈം ഞാൻ പറയാൻ പോവുകയാണ്. നോക്കിക്കോ, ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് പവർ ഫാക്ടർ. എന്താണ് പവർ ഫാക്ടർ? ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതി. ലാസ്റ്റ് പോയിന്റ് ഇതും കൂടി പഠിച്ചാൽ മതി. പവർ ഫാക്ടർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്ന് അറിയോ? കോസ് ഫൈ വെച്ചിട്ടാണ്. എന്താണ്, കോസ് ഫൈ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പവർ ഫാക്ടർ കണ്ടുപിടിക്കുക. കോസ് ഫൈ എന്താണ് വരിക, കോസ് ഫൈ നോക്കിയോ, കോസ് ഫൈ എന്താ, കോസ് തീറ്റ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ അഡ്ജസൻറ്റ് ആയി കിടക്കുന്ന R ഡിവൈഡ് ബൈ ഹൈപ്പർന്യൂസ് കിടക്കുന്നത് Z. R ബൈ നെറ്റ് ഇംപീഡൻസ് ആണ്, റെസിസ്റ്റർ ബൈ നെറ്റ് ഇംപീഡൻസ് ആണ് എന്ത് കിട്ടുക, കോസ് ഫൈ അഥവാ പവർ ഫാക്ടർ ആയിട്ട് കിട്ടുക. ഓക്കെ അല്ലേ, കോസ് ഫൈ അഥവാ പവർ ഫാക്ടർ ആയിട്ട് കിട്ടുക. ഓക്കെ അല്ലേ. ഇപ്പം നമ്മൾ എന്തൊക്കെ ഇതിൽ പഠിച്ചത് പറയും. സീരീസ് LR സർക്യൂട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, സീരീസ് LR സർക്യൂട്ട്
ഒരു റെസിസ്റ്ററിനെയും ഒരു ഇൻഡക്ടറിനെയും പിടിച്ചിട്ട് എന്ത് ചെയ്തു, സീരീസിൽ കണക്ട് ചെയ്തു. അതാണ് നമ്മുടെ സീരീസ് LR സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സീരീസ് LR സർക്യൂട്ട്. അന്നേരം റെസിസ്റ്റൻസ് നോക്കുമ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ്, അതേ സെയിം ഡയറക്ഷനിലെ വോൾട്ടേജ് പോകുന്നത്. ഇൻഡക്ടറിൽ നോക്കുമ്പോൾ കറണ്ട് അങ്ങോട്ടാണ്, VL മേലോട്ടാണ്. കാരണം എന്താ, VL ഇവിടെ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കറണ്ട് ഇവിടെ ലാഗ് ചെയ്യുന്നു. രണ്ട് സെയിം അല്ലേ, ലീഡ് ചെയ്യണമെങ്കിൽ മറ്റേതൊക്കെ ലാഗ് ചെയ്യണ്ട. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഇതിന് ഞാൻ പെട്ടെന്ന് വരച്ചു. ഈ VR-ഉം VL-ഉം വെച്ചുള്ള ഡയഗ്രാം വരച്ചു. അത് നെറ്റ് കാണാൻ ഞാൻ V നെറ്റ് കണ്ടുപിടിച്ചു. V നെറ്റ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ വരച്ചു. എങ്ങനെ ട്രയാങ്കിൾ വരച്ച്, ഇതാണ് എന്റെ ട്രയാങ്കിൾ വരിക. അപ്പോൾ ഇത് V നെറ്റ്, ഇത് VR. ഈ വെക്ടർ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവച്ചപ്പോൾ ഇതെന്ത് കിട്ടി, VL-ഉം കിട്ടി. ഇനി നോക്കിക്കോ, ഇത് VL-ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, അങ്ങനെ എന്റെ V നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ്, ഇത് ഹൈപ്പർന്യൂസ് അല്ലേ, VR² VL² റൂട്ട് ആയിരിക്കും എന്ത് പറഞ്ഞാൽ അതിന്റെ V നെറ്റ് ആയിട്ട് വരിക. അടുത്തത് നെറ്റ് ഇംപീഡൻസ് എന്ന് പറയുന്ന ഒരു ടേം ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കുട്ടികൾക്ക്. Z എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടിനെ പിടിച്ച് I കൊണ്ട് ഡിവൈഡ് ചെയ്തു, എനിക്ക് XL/R എന്ന് കിട്ടി അല്ലെ, XL/R എന്ന് കിട്ടി. എന്നിട്ട് ആ XL/R-ന്റെ നെറ്റ് കാണുന്നതിനാണ് ഞാൻ നെറ്റ് ഇംപീഡൻസ് എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിലുള്ള ആംഗിൾ φ എന്ന് കൊടുത്തു. അപ്പുറത്ത് ഇവിടെ വോൾട്ടേജ് ആയതുകൊണ്ട് അവിടെ φ തന്നെയാണ് വരിക. ഇനി ശ്രദ്ധിച്ചോ ഇവിടെ നെറ്റ് R എന്ന് സെറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, Z = √R², നെറ്റ് ഇംപീഡൻസ് = √R² പ്ലസ് XL² എഴുതി. ഓക്കെ അല്ലേ. ഇനി പുതിയൊരു ടേം ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ടേം ഞാൻ പറഞ്ഞു. അതെന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ tan φ ആണ്. tan φ എന്ന് പറഞ്ഞാൽ XL/R ആണ്. അടുത്തത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos φ ആണ്, ദാറ്റ് ഈസ് R/Z ആണ്. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, ഇത്രയും കാര്യങ്ങൾ മതിയടാ. ഓക്കെ, ഒരു 5 കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാം. അടുത്തായിട്ട് പവർ ഇൻ AC. അതിനു മുന്നേ ഒരെണ്ണം കൂടി പഠിക്കാനുണ്ട്. നോക്കിക്കോ, എന്താണെന്നറിയോ, സീരീസ് എല്ലാവരും നമ്മൾ പഠിച്ചു ഇല്ലേ, സീരീസ് എല്ലാവരും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരീസ് RC സർക്യൂട്ടാണ്. എന്താണ് സീരീസ് RC സർക്യൂട്ട്? എന്താ സീരീസ് RC സർക്യൂട്ട് എന്ന് നോക്കാം, പെട്ടെന്ന് നോക്കാം. എളുപ്പം തന്നെയാണ്. ഇതിപ്പോ ഇൻഡക്ടറിൽ വെച്ചില്ല, അത് നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റർ വെച്ച് അപ്ലൈ ചെയ്യാൻ പോകണം. നോക്കിക്കോട്ടോ, കുട്ടികൾ തന്നെ പറയണേ, ഇതിന്റെ ആൻസർ കുട്ടികൾ പറയണേ. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ. സോറി, ഓക്കെ അല്ലേ. ഇതാണ് സംഭവം. എന്താണ്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇത് ഞാൻ എന്തെങ്കിലും സീരീസിൽ കണക്ട് ചെയ്തു, സീരീസ് RC സർക്യൂട്ട് വന്നു. ഓക്കെ അല്ലേ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ നോക്കുന്നു. റെസിസ്റ്ററിനെ നോക്കിയപ്പോൾ കറണ്ട് ഇങ്ങനെ പോകുന്നു, അതിന് സെയിം ഫേസിൽ എന്ത് പോകുന്നു, വോൾട്ടേജ് പോകുന്നു. വോൾട്ടേജും Iയും സെയിം ആണ്. ഇനി ഇവിടെ നോക്കുന്നു കറണ്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ കറണ്ട് ഈസ് ലീഡിങ്, വോൾട്ടേജ് ഈസ് ലാഗിങ്. വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. ഇങ്ങനെ π/2. അപ്പോൾ VC ലാഗ് ചെയ്യുന്നു. ഓക്കെ അല്ലേ, VR. ഓക്കെ അല്ലേ, കറണ്ട് സെയിമിൽ പോകുന്നു. പക്ഷെ എന്താണ്, V ഇവിടെ C എന്താണ് ലാഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ കറണ്ട് ഇവിടെ ലീഡാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അത് ഡയഗ്രമായി വരയ്ക്കുന്നു. നോക്കിക്കോ, ഇവിടെ ഒരു ഡയഗ്രമായി വരച്ചു. ഇതെന്റെ VR, ഇതെന്റെ VR, ഇതെന്റെ VC അല്ലേ. അടിയിലോട്ടല്ലേ നമ്മൾ വരച്ച്, കണ്ട അടിയിലോട്ടല്ലേ VC ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നെറ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നു. V നെറ്റ് എന്തായിരിക്കും V നെറ്റ് എന്ന് പറഞ്ഞാൽ, ഈ വെക്ടറിനെ എടുത്ത് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും ഇല്ലേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടില്ലേ. നോക്കിക്കോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടില്ലേ. ഇത് V നെറ്റ്, ഇത് VR, ഇത് VC, ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടില്ലേ. ഇതിന്റെ ഫേസ് ഇതാണെങ്കിൽ നോക്കിക്കോ, ഇതാണ് ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കാൻ V നെറ്റ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ ചെയ്യാ, VR-ന്റെ സ്ക്വയർ പ്ലസ് VC-യുടെ സ്ക്വയർ, അതിന്റെ ഹോൾ റൂട്ട് ചെയ്താൽ മതി. ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ കഴിഞ്ഞു. V നെറ്റ് ഈക്വൽ ടു VR² പ്ലസ് VC² കഴിഞ്ഞില്ലേ. ഇനി എന്താ നമ്മൾക്ക് പഠിക്കാനുള്ളത്, നെറ്റ് ഇംപീഡൻസിനെ കുറിച്ച് പഠിക്കാനല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപീഡൻസിനെ കുറിച്ചാണ്. നോക്കിക്കോട്ടോ, ഇതിന്റെ ഇംപീഡൻസ്, നെറ്റ് ഇംപീഡൻസ് ഓഫ് RC സർക്യൂട്ടാണ് പഠിക്കാൻ പോകുന്നത്. നെറ്റ് ഇംപീഡൻസ് Z. ഓക്കെ അല്ലേ, നെറ്റ് ഇംപീഡൻസ് അല്ലെങ്കിൽ Z ഓഫ് RC സർക്യൂട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, നമ്മുടെ ഡയഗ്രാം എങ്ങനെയായിരുന്നു, VR ഇങ്ങോട്ട്, VC ഇങ്ങോട്ട്, V നെറ്റ് ഇങ്ങോട്ടേക്ക്. ഞാൻ എന്ത് ചെയ്തു, എല്ലാത്തിനെയും I വെച്ച് ഇൻഡ്യൂസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടൂടാ. നോക്കിക്കോ, ഇവിടെ എന്ത് വരും, ഇവിടെ R വരും, ഇവിടെ XC വരും, ഇവിടെ Z വരും. ഓക്കെ അല്ലേ. ഇനി പറ Z കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ ആക്കി നോക്കുമ്പോൾ R² പ്ലസ് XC² ഹോൾ റൂട്ട്.
ഇസഡ് കണ്ടുപിടിച്ച് ഓക്കെ, കാര്യം കഴിഞ്ഞു. ഇസഡ് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നു ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഫേസ് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്മൾ പഠിച്ചതാണ്. tan phi വെച്ചിട്ടാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചത്. എങ്ങനെ? tan phi വരുമ്പോൾ എന്ത് വരും? എനിക്ക് XC/R വരും. നോക്കിക്കോ tan phi എന്ന് പറഞ്ഞാൽ ഇതിൽ ഫേസ് വരും, ഓപ്പോസിറ്റ് ഏതാണ്? XC വരും, ഡിവൈഡ് ബൈ അഡ്ജസന്റ് R വരും. ഇനി മൂന്നാമത്തെ ടൈം, ദാറ്റ് ഈസ് പവർ ഫാക്ടർ. എന്താണ് പവർ ഫാക്ടർ? പവർ ഫാക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അത് cos phi വെച്ചിട്ടാണ് നമ്മൾ പവർ ഫാക്ടർ കണ്ടുപിടിച്ചത്, അല്ലേ? cos phi എങ്ങനെയാണ് പവർ ഫാക്ടറിൽ? cos phi എങ്ങനെയാണ്? അഡ്ജസന്റ് R ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് Z R/Z. ഇതാണ് ഇതിന്റെ cos ഫാക്ടർ അല്ലെ പവർ ഫാക്ടർ ആയിട്ട് വരിക. എളുപ്പമല്ലടാ, എളുപ്പ കാര്യങ്ങളല്ലേ? നോക്കിയൊക്കെ അല്ലേ, എളുപ്പം കാര്യങ്ങളല്ലേ? cos phi R/Z. ഇപ്പൊ എന്താണ് ഉണ്ടായത് നോക്കാം. പെട്ടെന്ന് സമ്മറൈസ് ചെയ്തു തരുന്നു. നമ്മൾ ഒരു റെസിസ്റ്ററിനെ പിടിച്ച് ഒരു കപ്പാസിറ്ററിന്റെ ഒപ്പം സീരീസിൽ കണക്ട് ചെയ്താൽ എനിക്കുണ്ടാകുന്നു സീരീസ് RC സർക്യൂട്ട്. ഞാൻ കറണ്ടിനെയും വോൾട്ടേജിനെയും റെസിസ്റ്റൻസിലൂടെ നോക്കിയപ്പോൾ അത് ഇൻ ഫേസ്. കപ്പാസിറ്ററിലേക്ക് നോക്കിയപ്പോൾ കറണ്ട് ലീഡ് ചെയ്യുന്നു, വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. അതിനെ ഞാൻ എടുത്ത് ഇങ്ങനെ ഡയഗ്രാം വരച്ചു. VR ഇങ്ങോട്ടേക്ക് നേരെ, VC അടിയിലോട്ട്. അതിന്റെ നെറ്റ് കാണാൻ, ഇതിന്റെ V നെറ്റ് കാണാൻ ഞാൻ കണ്ടുപിടിച്ചു. V നെറ്റ് ഈക്വൽ ടു √VR² + VC². സിമ്പിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് റൂള്. ഇംപീഡൻസ് കാണണം, RC സർക്യൂട്ടിന്റെ ഇംപീഡൻസ് കാണണം. ഞാൻ കണ്ടുപിടിക്കുന്നു. R XC വരുന്നു, Z എന്ന് പറഞ്ഞാൽ വീണ്ടും ഹൈപ്പോട്ടന്യൂസ് റൂള് √R² + XC². എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഒന്നും പഠിക്കാനില്ല. അടുത്ത ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ tan phi ആണെന്ന് ഒരു കുട്ടിക്ക് അറിയാമെങ്കിൽ, ഫേസ് ഡിഫറൻസ് tan phi ആണെന്ന് ഒരു കുട്ടിക്ക് അറിയാമെങ്കിൽ ആ കുട്ടി അത് എഴുതും XC/R എന്ന്. പവർ ഫാക്ടർ cos phi ആണെന്ന് ഒരു കുട്ടിക്ക് അറിയാമെങ്കിൽ ആ കുട്ടി അത് എഴുതും R/Z എന്ന്. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? സെക്കൻഡ് ഫേസിൽ നമ്മൾ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു നോക്കാം. പ്യുവർ ഇൻഡക്ടർ പഠിച്ചു, പ്യുവർ കപ്പാസിറ്റർ പഠിച്ചു, പ്യുവർ റെസിസ്റ്റർ പഠിച്ചു, ഒഴിവാക്കി. ഇനി നമ്മൾ പിന്നെ പഠിച്ചതാണ് ഈ റെസിസ്റ്ററിന്റെ ഒപ്പം ഇൻഡക്ടറിനെയും കണക്ട് ചെയ്തു, റെസിസ്റ്ററിന്റെ ഒപ്പം കപ്പാസിറ്ററിനെയും കണക്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയാം? ഇനി നമ്മൾ സീരീസ് ആയിട്ട് ഈ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പോവാണ്. സീരീസ് LCR സർക്യൂട്ട്. ഓക്കെ അല്ലേ? അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. സിമ്പിൾ കാര്യം. ഇതിന്റെ ഈ കാര്യങ്ങൾ ഒരു കുട്ടിക്ക് മനസ്സിലായിട്ടെങ്കിൽ അത് ക്ലാസ് കാണുക വേണ്ട, അത് അവന് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനിയുള്ളത്. അതിനു മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. പവർ ഫാക്ടർ, പവർ ഇൻ AC. ഓക്കെ അല്ലേ? പവർ ഇൻ AC എന്താണെന്ന് പഠിക്കണം. ഞാൻ പറയുന്നു, DC ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പവർ ഈക്വൽ ടു VI അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ VI ആണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. DC ആണെങ്കിൽ ഓക്കെ അല്ലേ? പവർ ഈക്വൽ ടു V. ഇനി അത് AC ആണെങ്കിൽ നോക്കിക്കോ, ആവറേജ് പവർ എന്ന് പറയുന്നത് VRMS IRMS ഇൻറ്റു cos phi ആണ്. എന്താണ്? VRMS IRMS ഇൻറ്റു cos phi. ഈ cos phi ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. എന്താ cos phi എന്താണെന്ന് പഠിച്ചത്? പവർ ഫാക്ടർ ആയിട്ട് പഠിച്ചത് അല്ലേ? cos phi നെയാണ് നമ്മൾ നേരത്തെ പവർ ഫാക്ടർ എന്ന പേരിൽ പഠിച്ചത് അല്ലേ? VRMS IRMS cos phi ആണ് എൻ്റെ ആവറേജ് പവർ എന്ന് പറയുന്നത്. VRMS എനിക്ക് വേണമെങ്കിൽ V0/√2 എന്ന് എഴുതാം. ഓക്കെ, V0 അപ്പോൾ എന്താ? പീക്ക് വോൾട്ടേജ് ഇൻറ്റു പീക്ക് കറന്റ് ഡിവൈഡ് ബൈ √2 ഇൻറ്റു cos 5. ഇങ്ങനെയൊക്കെ എഴുതാം, മാറ്റി എഴുതാം. ഇത്രയേ ഉള്ളൂ പവർ ഇൻ AC എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോവാം. എന്താ അടുത്ത? ചോക്ക് കോയിൽ. ഞാൻ പറയുന്നത് ചോക്ക് കോയിൽ എന്ന് പറയുന്നത് ഒരു സീരീസ് LR സർക്യൂട്ട് ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. എന്തിനാണ് ചോക്ക് കോയിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? നോക്കിക്കോ. സം ഇലക്ട്രിക്കൽ ഡിവൈസ് വർക്ക് അറ്റ് ലോ കറന്റ്. ചില ഇലക്ട്രിക്കൽ ഡിവൈസസിന് ചെറിയ കറന്റ് മതി. ആരൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നത്? ട്യൂബ് ലൈറ്റ് ഒക്കെ അല്ലേ ചെറിയത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ കറന്റ് മതി. സോ വി നീഡ് ടു റെഡ്യൂസ് ദ സപ്ലൈ കറന്റ് ഫോർ സച്ച് ഡിവൈസ്. അല്ലെ, ഒബിയസ്ലി കുറച്ച് കുറയ്ക്കണ്ടേ? ടു റെഡ്യൂസ് ദ കറന്റ് വി ക്യാൻ സിംപ്ലി യൂസ് എ റെസിസ്റ്റർ. ശരിയാണ്, വലിയ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കറന്റ് കുറയും അല്ലേ? V ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ I കാണണമെങ്കിൽ V/R ചെയ്താൽ മതി. R കൂട്ടിയാൽ കണ്ട V/R അങ്ങനെയല്ലേ വരിക? V/R ഈക്വൽ ടു I. R കൂട്ടിയാൽ I കുറയും. ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. ടു റെഡ്യൂസ് ദ കറന്റ് വി ക്യാൻ സിംപ്ലി യൂസ് എ റെസിസ്റ്റർ. ഓക്കെ, ദ പ്രോബ്ലം വിത്ത് ദാറ്റ്, അതിനൊരു പ്രോബ്ലം ഉണ്ട്. എന്താണത്? യൂസിങ് റെസിസ്റ്റർ ഈസ് ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് ദ കറന്റ്. അത് കറന്റ് റെഡ്യൂസ് ചെയ്യുമെങ്കിലും ഇറ്റ് ഓൾസോ കൺസ്യൂം ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് പവർ. അവിടെ പവർ ലോസ് ഒരുപാടാണ്. എന്താണ്? പവർ ലോസ് ഒരുപാടാണ്. കാരണം എന്താ? P ഈക്വൽ ടു I²R ആണ് അല്ലേ? ഈ R കൂട്ടിയാൽ പവർ ലോസ് ഭയങ്കരമായിട്ട് കൂടും അല്ലേ? VI എന്ന് പറഞ്ഞാൽ IR, അപ്പോൾ I²R അല്ലേ? R ഭയങ്കരമായിട്ട് കൂട്ടിയാൽ പവർ ലോസ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ അവർ പറയുന്നത് നോക്കാട്ടോ. സോ ഇൻസ്റ്റഡ് വി യൂസ് ചോക്ക് കോയിൽ. അതിനാണ് നമ്മൾ ചോക്ക് കോയിൽ ഉപയോഗിക്കുന്നത്.
എ ചോക്ക് കോയിൽ ഈസ് എ സീരീസ് LR സർക്യൂട്ട്. ഞാൻ പറഞ്ഞു എന്താണ് സീരീസ് LR സർക്യൂട്ട് ആണ് വിത്ത് ലാർജ് L ആൻഡ് സ്മോൾ R. ലാർജ് L കൂടുതലാണ്, R കുറവാണ് അല്ലേ? സീരീസ് ആയ LR സർക്യൂട്ട് ആണ് ചോക്ക് കോയിൽ എന്ന് പറയുന്നത്. ഇതിൽ എന്ത് കൂടുതലാണ്? L കൂടുതലാണ്, R കുറവാണ്. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടോ. L കൂടിയാൽ എന്താണ്? XL കൂടില്ലേ? കാരണം എന്താ? XL എന്ന് പറഞ്ഞാൽ L ഒമേഗയല്ലേ? XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. L കൂടിയാൽ XL നന്നായി കൂടും. ഓക്കെ അല്ലേ? XL കൂടി. ഇനി നോക്കിക്കോ, V ഈക്വൽ ടു I ഇൻറ്റു V/XL ഈക്വൽ ടു I. അപ്പോൾ XL കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I കുറയും. ഒന്നാമത്തെ കേസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കാം ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? VRMS IRMS cos φ അല്ലേ? അപ്പോൾ I കുറഞ്ഞു, കാരണം എന്താ? XL കൂടിയ കാരണം. ഇനി നോക്കിക്കോട്ടോ, cos φ എടുക്കാൻ പോവുകയാണ് ഞാൻ. cos φ എന്ന് പറഞ്ഞാൽ എന്താ? R/Z. ഓക്കെ അല്ലേ? cos φ എന്ന് പറഞ്ഞാൽ R/Z ആണ്. ഓക്കെ, ഞാൻ അത് മാറ്റി എഴുതി. cos φ എന്ന് പറഞ്ഞാൽ R/Z. Z എന്ന് പറഞ്ഞാൽ എന്താ? Z ഈക്വൽ ടു √R² പ്ലസ് XL² ആണ് അല്ലേ? √R² പ്ലസ് XL² ആണ്. ഇവിടെ XL ഭയങ്കര കൂടുതലാണ്, R ഭയങ്കര കുറവാണ്. വലിയ ആറിൻ്റെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയാം? R/Z ഞാൻ നോക്കാൻ പോവുകയാണ്. R/Z Z ഭയങ്കര കൂടുതലാണ്, കാരണം എന്താ? L ഭയങ്കര കൂടുതലാണ് അല്ലേ? XL ഭയങ്കര കൂടുതലായ കാരണം Z ഭയങ്കര കൂടുതലാണ്, R ഭയങ്കര ചെറുതാണ്. അപ്പം എന്താണ്? ഈ വാല്യൂ ക്ലോസ് ടു 0 ആയി പോകും. അപ്പോൾ VRMS ഇൻറ്റു IRMS ഇൻറ്റു ക്ലോസ് ടു 0 വാല്യൂ. അപ്പോൾ എന്താകും? പവർ ഫാക്ടർ ഭയങ്കരമായിട്ട് കുറയും, പവർ ഭയങ്കരമായിട്ട് കുറയും. ഇങ്ങനെയാണ് ചോക്ക് കോയിലിൻ്റെ ഉപയോഗം വരുന്നത്. മറ്റ് റെസിസ്റ്റൻസ് മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പവർ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ലോസ് ആയി പോകും. ഇത് ചോക്ക് കോയിൽ ഉപയോഗിക്കുമ്പോഴുള്ള കാര്യം, ഇൻഡക്ടറിൻ്റെ വാല്യൂ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഭയങ്കരമായിട്ട് കൂടും, എല്ലാം കൂടുന്ന കാരണം. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് പവർ ലോസ് കുറയ്ക്കാൻ പറ്റും. ദിസ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ചോക്ക് കോയിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരീസ് LCR സർക്യൂട്ടുകളാണ്. ഓക്കെ അല്ലേ? എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സീരീസ് LCR സർക്യൂട്ട്. എടാ, ഇത് വളരെ എളുപ്പമായ ഒരു സംഭവമാണ്, അധികം ഒന്നും ഇതിൽ പഠിക്കാനില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോട്ടോ. ഇവിടെ ആദ്യം എന്ത് ചെയ്യും? ഒരു L, പിന്നെ കപ്പാസിറ്റർ, പിന്നെ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ആർക്കും ഒരു AC സർക്യൂട്ടുമായി നമ്മൾ കണക്ട് ചെയ്യുന്നു. നോക്കിക്കോ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, LCR. ഇതാണ് എൻ്റെ സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ചെയ്തത്? ഒരു ഇൻഡക്ടർ എടുത്തു, ഒരു കപ്പാസിറ്റർ എടുത്തു, ഒരു റെസിസ്റ്റർ എടുത്തു. ഇത് മൂന്നെയും സീരീസിൽ കണക്ട് ചെയ്തു ഒരു AC കറണ്ടിലേക്ക്. ദാറ്റ് ഈസ് സീരീസ് LCR സർക്യൂട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നോക്കാൻ പോവാണ്. ഇനി നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ നോക്കിക്കോട്ടോ. അവിടെ ചെയ്ത പോലെ തന്നെ ഇൻഡക്ടറിനെ നോക്കുമ്പോൾ ആദ്യം നമുക്ക് റെസിസ്റ്ററിനെ നോക്കാം. കറണ്ട് ഇങ്ങനെ തന്നെ, വോൾട്ടേജും ഇങ്ങനെ തന്നെ അല്ലേ? വോൾട്ടേജും ഇങ്ങനെ തന്നെ. ഓക്കെ അല്ലേ? വോൾട്ടേജും ഇങ്ങനെ തന്നെ. ഇവിടെ നോക്കുന്നു, കറണ്ട് ഇങ്ങനെ തന്നെ. കപ്പാസിറ്ററിൽ കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ലീഡ് ചെയ്യുന്നു. അപ്പോൾ വോൾട്ടേജ് ഇങ്ങനെയാണ്, VC. ഇത് VR കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കുന്നു, ഇൻഡക്ടർ നോക്കുന്നു, കറണ്ട് ഇങ്ങനെ തന്നെ, പക്ഷേ എന്താണ്? ഇൻഡക്ടർ VL മേലേക്ക്. ഓക്കെ അല്ലേ? കാരണം എന്താ? ഇവിടെ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു. ഇനി ഇതിനെ ഞാൻ ഗ്രാഫായി വരയ്ക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഇത് ഞാൻ ഗ്രാഫായി വരയ്ക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് എന്ത് വരച്ചു? ഇങ്ങോട്ടേക്ക് എൻ്റെ VR വരച്ചു അല്ലേ? മേലോട്ട് എന്തുണ്ട്? എൻ്റെ VL ഉണ്ട്. അടിയിലോട്ട് എന്തുണ്ട്? VC ഉണ്ട്. ഓക്കെ, VR ഇങ്ങോട്ടേക്ക്, VL മേലോട്ടേക്ക്, VC അടിയിലോട്ട്. ഇനി നോക്കിക്കോട്ടോ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ മേലോട്ട് കൊണ്ടുവരാം. ഇതിനെന്ത് ചെയ്തു? ഞാൻ മേലോട്ട് കൊണ്ടുവരാണ്. ഇതിനെ ഞാൻ മൈനസ് അടിച്ചു. അപ്പോൾ എന്താണ്ടാവുക? ഇങ്ങനെയാവുക. ഇവിടെ എന്ത് വരും? ഇവിടെ വരാൻ പോകുന്നത് VL മൈനസ് VC എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ വരാൻ പോകുന്നത് VL മൈനസ് VC എന്ന് വന്നു. ഇവിടെ എന്താ? VR തന്നെ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി പറ, കിട്ടി നമുക്ക്, നമ്മുടെ ഡയഗ്രം കിട്ടി. ഇനി സുഖമല്ലേ? ഇനി പറഞ്ഞോ. ഇനി ഫസ്റ്റ് VNet പറഞ്ഞോ. VNet എന്താ? VNet പറഞ്ഞോ. VNet എന്ന് പറഞ്ഞാൽ സാറേ അത് എളുപ്പമാണ്, അത് ഹൈപ്പോട്ടനസ് റൂൾ, ആ ട്രയാങ്കിൾ വെച്ച് റൂൾ കൺസിഡർ ചെയ്താൽ മതി. അതെന്തായിരിക്കും? VR² പ്ലസ് ഇവിടെ എന്താ? ഈ ഭാഗത്ത് എന്താ വരുന്നത്? VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ റൂട്ട്. ഇതാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ VNet എന്ന് പറഞ്ഞാൽ VR² പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ ആണ് വരിക. ഓക്കെ അല്ലേടാ? രണ്ടാമത്തത് വോൾട്ടേജ് കണ്ടുപിടിച്ചു, കറണ്ട് കണ്ടുപിടിക്കണം. I ഈക്വൽ ടു V അപ്ലൈഡ് അല്ലെങ്കിൽ VNet ഡിവൈഡഡ് ബൈ എന്താണ് Z.
എന്താണ് ഇസഡ് എന്ന് പറഞ്ഞാൽ? ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത്ര പഠിച്ചു, നെറ്റ് ഇംപീഡൻസ്. അപ്പോൾ ഞാൻ മൂന്നാമതായി എഴുതാൻ പോകുന്നു. എന്ത്? നെറ്റ് ഇംപീഡൻസ് മൂന്നാമതായി എഴുതാൻ പോകുന്നു. ഇസഡ് ഈക്വൽ ടു, നോക്കിക്കോളേ, ഇതാണ് നമ്മുടെ ഡയഗ്രാം ഉണ്ടായിരുന്നത്. ഇത് ഞാൻ കറണ്ട് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഇവിടെ എന്ത് വരും? റെസിസ്റ്റർ വരും. ഇവിടെ XL മൈനസ് XC വരും അല്ലേ? XL മൈനസ് XC, XL മൈനസ് XC എന്ന് വരും. ഓക്കെ അല്ലടാ? XL മൈനസ് XC എന്ന് വരും. ഇനി പറ ഇംപീഡൻസ് പറഞ്ഞു. ഇതാണ് ഇംപീഡൻസ് Z എന്താ വരിക? അപ്പോൾ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് root of R square plus XL minus XC the whole square. ഓക്കെ അല്ലേ? റൂട്ട് ഓഫ് R square plus XL minus XC the whole square. ഇങ്ങനെയാണ് എന്ത് വരിക? എൻ്റെ ഇംപീഡൻസ് വരിക. ഓക്കെ അല്ലേ? ഇംപീഡൻസ് കിട്ടിയില്ലേ? ഓക്കെ അല്ലേടാ? ഇംപീഡൻസ് ഇങ്ങനെയാണ് വരിക. അടുത്തത് നാലാമതായിട്ട് നമുക്ക് എന്ത് നോക്കാം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? ഇപ്പൊ വോൾട്ടേജ് പറഞ്ഞു, അതേപോലെ നമ്മൾ എന്ത് പറഞ്ഞു? കറണ്ട് പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നോക്കിക്കോണേ. ഇനി നമ്മൾ പറയാൻ പോകുന്നു ഫേസ് ഡിഫറൻസും അതേപോലെ പവർ ഫാക്ടറും പറയണ്ടേ? ഓക്കെ, നമുക്ക് ഫേസ് ഡിഫറൻസും പവർ ഫാക്ടറും അടുത്തായിട്ട് പറയാം. ഫേസ് ഡിഫറൻസ് ആണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഫേസ് ഡിഫറൻസ് എന്തായിരുന്നു? tan phi ആയിരുന്നു. tan phi എന്ന് പറഞ്ഞാൽ tan phi ഇത് നോക്കി tan phi എന്ന് പറഞ്ഞാൽ ഇത് നോക്കി tan phi എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് XL മൈനസ് XC ബൈ R ആണ് എന്ന് പറയുന്നത് tan phi അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് പവർ ഫാക്ടർ. നമ്മൾ പറയാൻ പോകും. അടുത്തെന്താണ് നമ്മൾ പറയുന്നത്? പവർ ഫാക്ടർ എന്താണ് ഇതിൽ വരുന്നത്? കോസ് ഫൈ. എങ്ങനെയാണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? അത് കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്താണ് ഇവിടെ വരിക? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് R ഡിവൈഡ് ബൈ Z ആണ്. ഓക്കെ അല്ലെ? R ഡിവൈഡ് ബൈ Z ആണ് കോസ് ഫൈ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നു ഇവിടുത്തെ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ VRMS IRMS കോസ് ഫൈ. ഇതാണ് നമ്മളുടെ ആവറേജ് പവർ ആയിട്ട് പറയേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തായിട്ട് നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയോ? ഇനി ഇതിപ്പോ നമ്മൾ എന്താണ് പറയുന്നത്? ഇവിടെ XL ഉണ്ട്, XC ഉണ്ട്. എന്താണ് ഇവിടെ? XL ഉണ്ട്, അതുപോലെ XC ഉണ്ട്. അപ്പോൾ ഇത് ഇൻഡക്റ്റീവ് ആണോ, ഇത് കപ്പാസിറ്റീവ് ആണോ എന്ന് ചോദിക്കും. അതായത് ഇതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണോ, ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, നോക്കിക്കോട്ടോ, ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? XL ആണോ XC ആണോ വലുത് നോക്കാം. XL ആണ് വലുതെങ്കിൽ അതെന്തായിരിക്കും? ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? മൈനസ് ആയിട്ട് പോകും അല്ലേ? കാരണം എന്താ? ഐ കറണ്ട് ലാഗ് ചെയ്യും. ഇനി കപ്പാസിറ്റൻസ് ആണ് വലുതെങ്കിൽ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലെങ്കിൽ അത് കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിരിക്കും. കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? XL ആണ് വലുതെങ്കിൽ അത് ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതപ്പോ കറണ്ട് ലാഗ് ചെയ്യും. XC ആണ് വലുതെങ്കിൽ അത് കപ്പാസിറ്റീവ് സർക്യൂട്ട്, അവിടെ കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി എട്ടാമതായിട്ട് ഒരു ഇംപീഡൻസ് ട്രയാങ്കിൾ. അതെന്താ ട്രയാങ്കിൾ? ഈ സാധനം തന്നെ. ഓക്കെ അല്ലേ? ഇത് ഞാൻ ട്രയാങ്കിൾ രൂപത്തിൽ വരയ്ക്കാൻ പോകണം. നോക്കിക്കോ, ഇങ്ങോട്ടേക്ക് ഇവിടെ Z, ഇവിടെ R അല്ലേ? ഇതിനെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇപ്പുറത്ത് കൊണ്ട് വെക്കാൻ പോകണം. ഇങ്ങനെ വെച്ചു. അപ്പോൾ അതെന്താ? XL മൈനസ് XC. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇംപീഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകൂടി പെട്ടെന്ന് നോക്കിയാലോ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സീരീസ് LCR സർക്യൂട്ടിൽ പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഇൻഡക്ടർ എടുത്തു, ഒരു കപ്പാസിറ്റർ എടുത്തു, ഒരു റെസിസ്റ്റൻസ് എടുത്തു. ഓക്കെ അല്ലേ? അതിന് മൂന്നിനെയും എന്ത് ചെയ്തു? നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തു. ദാറ്റ് ഈസ് മൈ സീരീസ് LCR സർക്യൂട്ട്. ഇനി നോക്കണേ. കറണ്ട് ഇങ്ങോട്ട്, വോൾട്ടേജ് മേലോട്ട് ഏത് ഇൻഡക്ടറിൽ, കറണ്ട് ഇങ്ങോട്ട്, വോൾട്ടേജ് അടിയിലോട്ട് കപ്പാസിറ്ററിൽ, കറണ്ട് ഇങ്ങോട്ടേക്ക്, വോൾട്ടേജ് നേരെ, ഫേസ് ഡിഫറൻസ് ഇല്ല ഏതില്? റെസിസ്റ്ററിൽ. ഞാൻ അതിന് നേരെ ഇവിടെ ഡയഗ്രാം ആക്കി വരച്ചു. ഇവിടെ ഞാൻ ഇതിന് നെഗറ്റീവ് മേലോട്ട് കയറ്റിയപ്പോൾ VL മൈനസ് VC എന്ന് പറഞ്ഞു. V നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ട്രയാങ്കിൾ റൂൾ അപ്ലൈ ചെയ്തു. VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ കിട്ടി. രണ്ടാമത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി V അപ്ലൈഡ് ബൈ Z ഇംപീഡൻസ് ചെയ്താൽ മതി, നെറ്റ് ഇംപീഡൻസ് ചെയ്താൽ മതി. അപ്പൊ നെറ്റ് ഇംപീഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തു. ഇംപീഡൻസ് നോക്കിക്കോ,
ഇതിനെ ഐ വെച്ച് ചെയ്തപ്പോൾ എന്ത് XL - XC ബൈ ഇവിടെ R വന്നു. അങ്ങനെയാണെങ്കിൽ അതാണ് എൻ്റെ നെറ്റ് ഇംപീഡൻസ്. നെറ്റ് ഇംപീഡൻസ് വീണ്ടും ട്രയാങ്കിൾ റൂൾ അപ്ലൈ ചെയ്തു. R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് എഴുതിയത്. XL² - XC² എന്നല്ലേ, XL - XC ദ ഹോൾ സ്ക്വയർ ആണ് കേട്ടാ. ഓക്കെ അല്ലേ, XL - XC ദ ഹോൾ സ്ക്വയർ. ഇനി ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ tan phi എന്ന് പറഞ്ഞാൽ XL - XC. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos phi എന്ന് പറഞ്ഞാൽ R/Z. ഇതൊക്കെ ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടും കേട്ടോ. ഒറ്റ ട്രയാങ്കിൾ പഠിച്ചാൽ മതി, എല്ലാം കിട്ടും. നോക്കിക്കോ. ഇനി P ആവറേജ് പറഞ്ഞാൽ VRMS IRMS cos phi. XL ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ അതൊരു ഇൻഡക്റ്റീവ് ആയിരിക്കും. അതേപോലെ അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് ലാഗ് ചെയ്യും. XC ആണ് ഗ്രേറ്റർ ദാൻ, അത് കപ്പാസിറ്റി സർക്യൂട്ട് ആണ്, കറണ്ട് ലീഡ് ചെയ്യും. അവസാനമായിട്ട് ഇംപീഡൻസ് ട്രയാങ്കിളും പഠിച്ചു. സീരീസ് LCR സർക്യൂട്ട് കഴിഞ്ഞു. ഇനി ഒരു സ്പെഷ്യൽ കേസാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ആ സ്പെഷ്യൽ കേസ് എന്ന് നോക്കാം. റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്. എന്താണ് ഇവിടെ റെസൊണൻസ് നടന്നാൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നു, റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംഭവം എന്ന് പറയാം. ഒരു LCR സർക്യൂട്ട് റെസൊണന്റ് ആയി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? അത് എസെപ്റ്റർ സർക്യൂട്ട് എന്നും അതിനെ ട്യൂണിംഗ് സർക്യൂട്ട് എന്നൊക്കെ പറയും. എന്തൊക്കെയാ പറയാ? എസെപ്റ്റർ സർക്യൂട്ട് അല്ലെങ്കിൽ ട്യൂണിംഗ് സർക്യൂട്ട് എന്നൊക്കെ പറയും. എന്താ സംഭവം എന്ന് വെച്ചാൽ സിമ്പിൾ പറഞ്ഞുതരാം. XLഉം XCയും ഈക്വൽ ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക? റെസൊണൻസ് അച്ചീവ് ചെയ്തു എന്ന് പറയാം. XLഉം XCയും ഈക്വൽ ആവുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ XLഉം XC ഈക്വൽ ആണെങ്കിൽ നോക്കിക്കോട്ടോ, ഞാൻ എന്ത് ചെയ്തു? വീണ്ടും കറണ്ടിന് അവിടെ ഇൻഡ്യൂസ് ചെയ്യുക. IXL = IXC എന്ന് പറഞ്ഞാൽ കറണ്ട് രണ്ട് സൈഡിലും എന്താ പറയുക ഇൻഡ്യൂസ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ IXL എന്ന് പറഞ്ഞാൽ എന്താ? VL. IXC എന്ന് പറഞ്ഞാൽ VC. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് ആ കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XC = XL. രണ്ടാമത്തെ കണ്ടീഷൻ VLഉം VCയും ഈക്വൽ ആവണം. ഓക്കെ അല്ലേ? രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ എന്ത് റെസൊണൻസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കാം. XLഉം XC ഈക്വൽ ആണെങ്കിൽ നോക്കിക്കോട്ടോ, XLഉം XC ഈക്വൽ ആണെങ്കിൽ XL = XC എന്ന് ഞാൻ എഴുതി. XL എന്ന് പറഞ്ഞാൽ എന്താ? L ഒമേഗയാണ്. XC എന്ന് പറഞ്ഞാൽ എന്താ? 1/C ഒമേഗയാണ്. omega square = 1/LC. omega = 1/√LC. 2πf = 1/√LC. F = 1/2π√LC. വെരി ഇമ്പോർട്ടൻറ്റ്. പഠിക്കണം. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? നമുക്ക് XL = XC നേരെ സംഭവിക്കുക. omega = 1/√LC. F = 1/2π√LC എന്ന് കിട്ടും. സിമ്പിൾ കാര്യമല്ലേടാ? സിമ്പിൾ അല്ലേ? ഇനി ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു. ഇനി ഈ റെസൊണൻസ് ആവുമ്പോൾ ആ സർക്യൂട്ടിന് എന്ത് പറ്റും നോക്കുക. ഇപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. റെസൊണൻസ് എപ്പോഴാവുമെന്ന് വെച്ചാൽ XLഉം XC ഈക്വൽ ആവണം, അല്ലെങ്കിൽ VLഉം VCയും ഈക്വൽ ആവണം. അപ്പോൾ രണ്ടും ആവുമ്പോഴാണ് എന്ത് പറയാ? റെസൊണൻസ് അച്ചീവ് ചെയ്തു എന്ന് പറയാം. ഈ റെസൊണൻസ് അച്ചീവ് ചെയ്താൽ നമ്മുടെ സർക്യൂട്ടിന് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. നമുക്ക് ആദ്യം ഞാൻ പറയുന്നു I എന്താണ്? I എന്ന് പറഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞാൽ V/Z അല്ലേ? I എന്ന് പറയുന്നത് അല്ലേ? V/Z അല്ലേ? Z എന്താവും? Z എന്ത് പറ്റുമെന്ന് നോക്കാം. Z എന്ത് പറ്റും നോക്കിയാൽ Z എന്ന് പറഞ്ഞാൽ എന്താ? R² പ്ലസ് XL - XC ദ ഹോൾ സ്ക്വയർ അല്ലേ? XC ദ ഹോൾ സ്ക്വയർ റൂട്ടായി പോവും. അങ്ങനെയാണെങ്കിൽ XCയും XLഉം ഈക്വൽ ആണ്, അതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോവും, 0 ആയി പോവും. അപ്പോൾ Z = R എന്ന് കിട്ടും. Z മിനിമം ആയി. എന്തായി? V/R ആയി പോയി. R എന്ന് പറഞ്ഞാൽ ചെറുതാണ്, അപ്പൊ എന്താണ്? കറണ്ട് മാക്സിമം ആയി പോവും. I will be maximum. ഒന്നാമത്തത് I എന്താവുകടാ? മാക്സിമം ആയി പോകുന്ന കണ്ടീഷൻ. എപ്പോഴാണ് ആ കണ്ടീഷൻ വരിക എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞോ, റെസൊണൻസ് അച്ചീവ് ചെയ്താലാണ് ആ കണ്ടീഷൻ വരിക എന്നുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റെസൊണൻസ് അച്ചീവ് ചെയ്തു, അപ്പോൾ I മാക്സിമം ആയി, നമ്മുടെ സെറ്റ് എന്തായി? സെറ്റ് മിനിമം ആയി പോയി അല്ലേ? I മാക്സിമം ആയി, സെറ്റ് നമുക്ക് മിനിമം ആയി പോയി. അങ്ങനെയല്ലേ പറഞ്ഞത്? ഇനി നെറ്റ് വോൾട്ടേജ് ഇപ്പൊ നോക്കാം. ഇങ്ങനെ നോക്കാം. ഇത് ഇൻഡക്ടർ, ഇത് കപ്പാസിറ്റർ, ഇത് റെസിസ്റ്റർ. നമ്മൾ പറയുന്നു എന്താ? നമ്മൾ പറയുന്നത് VLഉം VCയും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ? VLഉം VCയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അത് 0 ആണോ? അത് 0 അല്ല.
എങ്ങനെയാണ് വി എല്ലും വി സിയും ഈക്വൽ ആണ്. ദേ വിൽ ഹാവ് ഇൻഡിവിജ്വൽ വോൾട്ടേജസ്. അവർക്ക് എന്താവും ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്പുകൾ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും അത് 0 ആയി പോകത്തില്ല. അതായത് വി എല്ലിന് ഇപ്പോൾ ഒരു 10 ആണെങ്കിൽ ഇതും ഒരു 10 ആയി പോകും. ഓക്കെ അല്ലേ? അല്ലാതെ ഇത് 0 ഇത് 0 എന്നല്ല. അതിൻ്റെ അർത്ഥം ഈ ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിനെ ഡിഫറൻസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, നമുക്ക് 0 കിട്ടുന്നത്. നെറ്റ് വോൾട്ടേജ് അക്രോസ് എൽ സി കോമ്പിനേഷൻ വിൽ ബി 0. നെറ്റ് വോൾട്ടേജ് അവർക്ക് 0 ആയി പോകും, പക്ഷേ എന്ത് 0 ആകത്തില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് എന്തുണ്ടാവും, അവർക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ? ഇനി നമ്മൾ ഇതിൽ പറയേണ്ടത് ഇത് പഠിച്ചു. രണ്ട് കാര്യം കൂടി പറയണേ. എന്താണ്? നമ്മൾ മറന്നുപോയി. എന്താണ് നമ്മുടെ കാര്യങ്ങൾ? എന്താണ് പറ അവർക്ക്? ടാൻ ഫൈയും കോസ് ഫൈയും. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കൾ? ഇനി തെറ്റിക്കരുത്. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ അത് ഫേസ് ഡിഫറൻസ് ആണ്. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ അത് ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ടാൻ ഫൈ എങ്ങനെ നമ്മൾ പറയാ? ഫേസ് ഡിഫറൻസ് ടാൻ ഫൈ നേരെ നോക്കുക. നമ്മൾ ഫേസ് ഡിഫറൻസ് എന്തായിരുന്നു? അത് XL - XC/R അല്ലായിരുന്നു. XL - XC/R ആയിരുന്നില്ലേ? XLും XCയും ഈക്വൽ ആയി, കാരണം അത് 0 ആയി പോവും. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായി പോവും? 0 ആയി പോവും. ഫൈ = 0 ഡിഗ്രി ആയി പോവും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കോസ് ഫൈ, പവർ ഫാക്ടർ കോസ് ഫൈ ദാറ്റ് ഈസ് പവർ ഫാക്ടർ ഈക്വൽ ടു R/Z ആയിരുന്നില്ലേ നമ്മൾ പഠിച്ചത്? നോക്കുക, സംശയമുള്ള ബാക്കിലേക്ക് പോയി നോക്കുക. R/Z ആയിരുന്നില്ലേ? ഇവിടെ Z എന്തിനോട് ഈക്വൽ ആയി? Z ഇവിടെ R-നോട് ഈക്വൽ ആയി. റെസൊണൻസ് കണ്ടീഷനിൽ Z എന്തിനോട് ഈക്വൽ ആയി? R-നോട് ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു R/R എന്ന് എഴുതി. ദാറ്റ് വിൽ ബി 1. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റെസൊണൻസ് നടക്കുമ്പോൾ റെസൊണൻസിന്റെ ആ സമയത്ത് ടാൻ ഫൈ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്താണ്? 0 ആയി പോകും. കോസ് ഫൈ അല്ലെങ്കിൽ പവർ ഫാക്ടർ എന്താവും? 1 ആയി പോകും. ഓക്കെ അല്ലേടാ? ഇതാണ് കാര്യം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. എന്താ അടുത്ത ടോപ്പിക് എന്ന് അറിയോ? അതിനു മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി, ചെറുതായ ഒരു കാര്യം കൂടി പറയാനുണ്ട്. LC ഓസിലേഷന് മുന്നേ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ദാറ്റ് ഈസ് ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ അല്ലേ? ഇത് കൂടെ പറയാം. ഇത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ LC ഓസിലേഷനിലേക്ക് പോവാം. നമുക്ക് ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് നോക്കിക്കോട്ടോ. ക്വാളിറ്റി ഫാക്ടറല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വാളിറ്റി ഫാക്ടർ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നോക്കുകയാണേ. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കറണ്ടിനും കറണ്ടിനും അതേപോലെ ഒമേഗയ്ക്കും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഇനി ഒമേഗയിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതായത് റെസൊണൻസ് ഒമേഗ ആയിട്ട് ഞാൻ ഇതിന് വരച്ചു. റെസൊണൻസ് ഒമേഗ ആയിട്ട് മാർക്ക് ചെയ്താൽ അവിടെ വരുന്നത് നമ്മൾ എന്താ പഠിച്ചത്? റെസൊണൻസിലല്ലേ ഏറ്റവും വലിയ, അതായത് ഒരു LCR സർക്യൂട്ട് റെസൊണൻസിലാകുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ കറണ്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് മാർക്ക് ചെയ്തു? ഇവിടെ ആയിരിക്കും എൻ്റെ എന്ത് വരിക? I മാക്സിമം വരിക അല്ലേ? ഇവിടെ ആയിരിക്കും എന്ത് വരിക? I മാക്സ് ഇവിടെ ആയിരിക്കും വരിക. I എന്ന് പറയുന്നത് മാക്സിമം എവിടെയായിരിക്കും? ഈ ഒരു പോയിന്റിലായിരിക്കും I മാക്സ് അല്ലേ? കാരണം എന്താ? ഇത് റെസൊണൻസ് ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്കും കുറയും, അതേപോലെ അങ്ങോട്ടേക്കും എന്ത് കുറയും? കറണ്ടിന്റെ വാല്യൂ കുറഞ്ഞു പോകും. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം മനസ്സിലായോ? റെസൊണൻസ് ഫ്രീക്വൻസി ആകുമ്പോൾ ഏറ്റവും മാക്സിമം കറണ്ട് വരുന്നു. ഇനി ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അത് ഏതാണ് ആ പെർട്ടിക്കുലർ പോയിന്റ്? ഇവിടെ ഫസ്റ്റ് ഒരു കാര്യം പറയാം. ഇവിടെ കറണ്ട് മാക്സിമം ആയ കാരണം ഇവിടെ എന്തായിരിക്കും? പവറും മാക്സിമം ആയിരിക്കും അല്ലേ? പവറും മാക്സിമം ആയിരിക്കും. ഇനി ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇതാണ് ആ പെർട്ടിക്കുലർ പോയിന്റ് എന്ന് വിചാരിക്കാം. ഇവിടെ എന്താണ്? ഈ പവറിന്റെ നേർ പകുതി P max/2 അല്ലെങ്കിൽ 50% ഓഫ് ദാറ്റ് മാക്സിമം പവർ ആണ് ഈ പോയിന്റ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് കറണ്ടിന്റെ 17.7% വാല്യൂ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ I/√2 എന്ന് വരുന്ന വാല്യൂ. IRMS ആണ്. ഇത് I0 അല്ല, IRMS ആണ്. IRMSന്റെ മാക്സിമം വാല്യൂ ആണ് ഇവിടെയും വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പീക്ക് വാല്യൂ അല്ലേ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന IRMSന്റെ മാക്സിമം വാല്യൂ. IRMS ചേഞ്ച് ചെയ്യുന്നതിന്റെ മാക്സിമം വാല്യൂ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ IRMS/√2 എന്ന് പറയുന്ന 2 പോയിന്റ് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഈ 2 കണ്ട ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്താൽ ഇതിന് ഞാൻ ω1 എന്നും ω2 എന്നും ഞാൻ കൊടുത്തു.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താണ് ഇപ്പൊ ഇത് ഒന്നില്ലെങ്കിൽ മാക്സിമം പവറിന്റെ പകുതി ശതമാനം വരുന്നത്, അല്ലെങ്കിൽ IRMS/√2 കറണ്ടിന്റെ 70.7% വരുന്ന ഭാഗത്തെ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ അവിടെ എനിക്ക് ω1 എനിക്ക് ω2 കിട്ടി. ഇനി നോക്കാം, ഇനി നോക്കിക്കോട്ടോ. ഈ ω1 മൈനസ് ω2 ഞാൻ എന്ത് വിളിച്ചു? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? ബാൻഡ് വിഡ്ത്ത് എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ അല്ലേ? ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിച്ചു. ഈ ബാൻഡ് വിഡ്ത്ത് നോക്കിക്കുക, ഇവിടെ ഒരു ഡെൽറ്റ ഒമേഗ, ഇവിടെ ഒരു ഡെൽറ്റ ഒമേഗ അല്ലേ? ഇതൊരു ഡെൽറ്റ ഒമേഗ, ഇതൊരു ഡെൽറ്റ ഒമേഗ. അപ്പൊ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും 2 ഡെൽറ്റ ഒമേഗ, അല്ലെങ്കിൽ ഞാൻ അതിനെ പറയും R/L എന്നും ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻസ് ആണ്. ഇതെല്ലാം എന്താണ്? ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ പറയുന്നു ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നോക്കിക്കോട്ടോ, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, എന്താണെന്നറിയോ? ജസ്റ്റ് പറയാ, റെസൊണൻസ് ഒമേഗ ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. റെസൊണൻസ് ഒമേഗയെ ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം നോക്കിയോട്ടോ? ω/R എന്ന് പറഞ്ഞാൽ എന്താ? റെസൊണൻസ് ഫ്രീക്വൻസിയാണ്. അതിന് ഞാൻ എന്ത് ചെയ്തു? 1/√LC എന്ന് എഴുതി കൂടെ, എനിക്ക് 1/√LC എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നോക്കിക്കുക, R/L ആണെന്ന് ഇവിടെ കിട്ടിയിട്ടില്ലേ? അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? R/L എന്ന് എഴുതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാം ക്യാൻസൽ ആയി പോകണമെങ്കിൽ എനിക്ക് എഴുതാം 1/R√L/C ആണ് എൻ്റെ ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായോ? ഓക്കെ അല്ലേടാ? ഇങ്ങനെയാണ് എൻ്റെ ക്വാളിറ്റി ഫാക്ടർ വരുന്നത്. ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു 1/R√L/C. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കൂടി എഴുതാം ക്വാളിറ്റി ഫാക്ടറിനെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കൂടി എഴുതാം XC/R എന്നോ, അല്ലെങ്കിൽ XL/R എന്നോ, എനിക്ക് എങ്ങനെ XL/R എന്നോ എനിക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാം? ക്വാളിറ്റി ഫാക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, ഫോർ എ ഗുഡ് ക്വാളിറ്റി ഫാക്ടർ എന്തായിരിക്കണം? ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കണം എന്നാണ് ചോദിക്കുക. ഫോർ എ ഗുഡ് ക്വാളിറ്റി ഫാക്ടർ ബാൻഡ് വിഡ്ത്ത് കുറയണം. എങ്ങനെയാണ്? ഒരു ഗുഡ് ക്വാളിറ്റി ഫാക്ടറിന് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ്? ബാൻഡ് വിഡ്ത്ത് കുറയണം, ഷാർപ്പ്നെസ് കൂടണം അല്ലേ? ഷാർപ്പ്നെസ് കൂടണം. ഈ ഒരു പോയിന്റും കൂടി മനസ്സിലാക്കി വെക്കുക. ഇത്ര ഇതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേ? ക്വാളിറ്റി ഫാക്ടർ, ബാൻഡ് വിഡ്ത്ത്, ഈ ഒരു കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? എന്താ അടുത്തത് നോക്കാം. ഓക്കെ, LC ഓസിലേഷൻ ആണ് അടുത്ത ടോപ്പിക്. ഓക്കെ അല്ലേ? പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, അധികമൊന്നും നിർത്തുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. ഒന്നുമില്ല. എന്തൊക്കെ LC ഓസിലേഷൻ എന്ന് വെച്ചാൽ, ഞാനുണ്ടല്ലോടാ, ഞാനൊരു കപ്പാസിറ്ററിനെ എടുത്തിട്ട് നേരെ ഒരു ഇൻഡക്ടറിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആണ്. കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ അവിടെ പ്ലസ് 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 പ്ലസും ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് മൈനസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിചാരിക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ഈ സ്വിച്ച് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ സ്വിച്ച് ഉണ്ടായിരുന്നു കേട്ടോ, അത് സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്തു. അന്നേരം ഫസ്റ്റ് എന്താ ഉണ്ടാവുക? ഈ കറണ്ട് ഇങ്ങനെ ഒന്ന് ഒഴുകാൻ തുടങ്ങും. ഓക്കെ അല്ലേ? കറണ്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇൻഡക്ടർ എന്ത് പറയും? അവിടെ നിൽക്ക്. ഇൻഡക്ടർ എന്ത് ചെയ്യും? റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ ഗ്രോത്ത് ഓഫ് കറണ്ട്, റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ ഡീകേ ഓഫ് കറണ്ട്. അപ്പൊ ഈ കറണ്ട് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് കാണുമ്പോൾ ഇൻഡക്ടർ പറയും അവിടെ നിൽക്ക്, നീ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞ ഒരു ലാഗിങ് ടൈമോട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ ഇവ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ലാഗ് ചെയ്ത് അവസാനം ഇവിടെ കറണ്ട് 0 ആയി പോകും. ഇവിടെ ചാർജ് 0 ആയി പോകും. ഓക്കെ അല്ലേ? അങ്ങനെ എന്ത് ചെയ്യും? ചാർജ് 0 ആകുമ്പോൾ കറണ്ട് കുറയാൻ തുടങ്ങും അല്ലേ? ഇവിടുത്തെ ചാർജ് മൊത്തം ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്താവും? ചാർജ് 0 ആവാൻ തുടങ്ങും. അപ്പൊ എന്താ? കറണ്ട് കുറയാൻ തുടങ്ങും. ഇൻഡക്ടർ നിക്കടാ കുറയല്ലേ, ഞാൻ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അവൻ ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ അല്ലേ? അങ്ങനെ വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇവിടെ മാക്സിമം ചാർജ് എത്തും. ഓക്കെ അല്ലേ? ഇവിടെ മാക്സിമം ചാർജ് എത്തും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ആദ്യം ഈ കപ്പാസിറ്ററിന് ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായിരുന്നു. ആ ഇലക്ട്രിക്കൽ എനർജി ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ടു മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ഏതിന്റെ? മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തായി മാറി? മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറുന്നു. വീണ്ടും ഈ മാഗ്നറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? വീണ്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് തന്നെ മാറുന്നു. ഓക്കെ, സിമ്പിൾ. ഇതാണ് LC ഓസിലേഷനിൽ നടക്കുന്നത്. ഓക്കെ അല്ലേ? ആദ്യം ഈ കപ്പാസിറ്ററിൽ ഫുള്ളായിട്ട് എന്താ? ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ചാർജ് ഉണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ എന്താ? അവിടെ നിൽക്കുന്നു പറയും. എന്നിട്ട് എന്താ? ഇവിടുത്തെ ചാർജ് കഴിയുമ്പോൾ എന്താ? കുറയാൻ തുടങ്ങുമ്പോൾ പറയും നിൽക്ക് ഇൻഡ്യൂസ് ചെയ്തരാന്ന് പറയും. വീണ്ടും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കും. ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ആവും, അത് കഴിഞ്ഞ് മാഗ്നറ്റിക് എനർജി ഇലക്ട്രിക്കൽ എനർജി ആവും. ഇങ്ങനെ ഓസിലേഷൻ നടത്തുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? LC ഓസിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലടാ, കിട്ടിയില്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റത്തെ കാര്യം എന്താണ് പറയുന്നത്? ഇവിടെ പറഞ്ഞത് നോക്കാം.
എന്താണ് മാക്സിമം കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ പോകുന്ന മാക്സിമം കറണ്ട് എന്തായിരിക്കും എന്നാണ് ചോദിക്കുക. ഞാൻ പറയട്ടെ, നമുക്കറിയാം Q ഈക്വൽ ടു Q0 കോസ് ഒമേഗ ടി എന്നല്ലേ, അല്ലേ? Q0 കോസ് ഒമേഗ ടി എന്നാണ്. ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകാൻ dQ/dt ചെയ്യാൻ പോകണം. dQ/dt ഇവിടെ ഞാൻ dQ/dt ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? dQ/dt ചെയ്താൽ ഇവിടെ I കിട്ടും. dQ0 ഇത് പീക്ക് വാല്യൂ കാരണം Q0 തന്നെ വരും. ഇനി എന്താ പറയുക, d/dt ഓഫ് കോസ് ഒമേഗ ടി ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. എങ്ങനെയുണ്ട്? I ഈക്വൽ ടു Q0 ഒമേഗ സൈൻ ഒമേഗ ടി. അതിനെയാണ് ഞാൻ എന്ത് ചെയ്തത്? I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് എഴുതിയത്. ഇങ്ങനെയാണ് എനിക്ക് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു, നോക്കുക, ഇവിടെ നോക്കുക, I0 ഈക്വൽ ടു Q0 ഒമേഗ എന്നല്ലേ ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു I ഈക്വൽ ടു I0 ഈക്വൽ ടു Q0 ഇൻറ്റു ഒമേഗ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം ഒമേഗയുടെ വാല്യൂ എന്താ? 1/√LC Q0 ബൈ റൂട്ട് LC എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ മാക്സിമം കറണ്ട് ത്രൂ ദ സർക്യൂട്ട് കാണാൻ പറഞ്ഞാൽ പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ റൂട്ട് LC ചെയ്താൽ മതി, അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഇൻറ്റു ഒമേഗ ചെയ്താൽ നമുക്ക് മാക്സിമം കറണ്ട് ത്രൂ ദ സർക്യൂട്ട് കാണാൻ കഴിയും. ഓക്കെ അല്ലേ? ഈ പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? ടൈം ടേക്കൺ ഫോർ ദ ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് കംപ്ലീറ്റ്ലി ഇൻറ്റു മാഗ്നറ്റിക് എനർജി ആണ്. ഓക്കെ നമുക്ക് ചെയ്യാം. ഇലക്ട്രിക്കൽ എനർജി എഴുതുമ്പോൾ ഞാൻ എഴുതുന്നു Q ഈക്വൽ ടു Q0 കോസ് ഒമേഗ ടി എന്ന് ഞാൻ എഴുതി. ഈ ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തല്ലോ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സാധ്യത എന്താ? 0 ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയാണ് ഞാൻ എഴുതുന്നു 0 ഈക്വൽ ടു, ഈ ഒരു ടൈമിൽ 0 ഈക്വൽ ടു Q0 കോസ് ഒമേഗ ടി എന്ന് ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു കോസ് ഒമേഗ ടി ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? കോസ് ഒമേഗ ടി 0 ആകുമ്പോൾ ഒമേഗ ടി എന്തായി വന്നു? ഒമേഗ ടി ഈക്വൽ ടു എത്രയാ? കോസ് തീറ്റ 0 ആവണമെങ്കിൽ എത്രയല്ല? കോസ് 90 അപ്പോൾ ഒമേഗ ടി ഈക്വൽ ടു π/2 വന്നു. ഇനി നോക്കാം, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π/t അല്ലേ? 2π/t ഇൻറ്റു ടി ഈക്വൽ ടു π/2 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ പൈയും ക്യാൻസൽ, 2 വരുമ്പോൾ t/4, ടി ഈക്വൽ ടു t/4 എന്ന് വരും. ടൈം ഈക്വൽ ടു t/4 എന്ന് വന്നു. അതായത് ഓരോ t/4 സെക്കൻഡിലും ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നുണ്ട്? മാഗ്നറ്റിക് എനർജി ആയി കൺവേർട്ട് ആകുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം പറയട്ടെ, ഓരോ t/4 സെക്കൻഡിലും ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജിയായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ t/4 പ്ലസ് t/4 നോക്കിക്കോ. ആദ്യം ഇങ്ങനെയായിരുന്നു. ഒരു t/4 ആകുമ്പോൾ എന്താ ഉണ്ടായി? ഒരു t/4 സെക്കൻഡിൽ ഇതിങ്ങനെ എനർജി കൺവേർട്ട് ആയി. അപ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവിടെ നേരെ ഇങ്ങോട്ടേക്കാവും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ പ്ലസ് ആവും, ഇവിടെ നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ ഒരു t/4, ഇവിടെ ഒരു t/4, രണ്ട് t/4 നടക്കുമ്പോൾ t/4 പ്ലസ് t/4 നടക്കുമ്പോൾ ദാറ്റ് ഈസ് t/2 സെക്കൻഡ്. ഓരോ t/2 സെക്കൻഡിലും ദ പൊളാരിറ്റി ഓഫ് ദ കപ്പാസിറ്റർ ചേഞ്ച് ആവും. മനസ്സിലായോടാ? അതായത് ആദ്യം ഇവിടെ എന്തായിരുന്നു? പ്ലസ് നെഗറ്റീവ്. ഇവിടെ ഒരു ആദ്യം ഇങ്ങനെയായിരുന്നു, പ്ലസ് നെഗറ്റീവ് എന്നായിരുന്നു. അന്നേരം എന്താ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള 0 ആയിപ്പോയി. ഇപ്പോൾ ഇവിടെ പൊളാരിറ്റി ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ ഇങ്ങോട്ട് ചാർജ്. ഇവിടെ വന്നപ്പോൾ എന്താ? ഇപ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ നെഗറ്റീവ്. ഓക്കെ അല്ലേ? അതായത് എനർജി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നടക്കുമ്പോൾ ഈ എനർജി ഇങ്ങോട്ടേക്കാൻ t/4 അല്ലേ? ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ആവാൻ t/4, മാഗ്നറ്റിക് എനർജി വീണ്ടും ഇലക്ട്രിക് എനർജി ആവാനും t/4. അങ്ങനെയാണ് t/4 പ്ലസ് t/4 വരുമ്പോൾ t/2. ആ t/2 സെക്കൻഡ്സിൽ എന്തുണ്ടാവും? പൊളാരിറ്റി ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പൊളാരിറ്റി ഓഫ് ദ കപ്പാസിറ്റർ ചേഞ്ച് ആവും. ചോദിക്കും. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോകാം. ഇത്രയും കാര്യം മനസ്സിലായില്ലടാ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകും. എന്താ അടുത്ത് പറയുന്നത്? എനർജി ഇൻ LC ഓസിലേഷൻ. LC ഓസിലേഷനിലുള്ള എനർജികൾ എന്തൊക്കെയെന്ന് പറയാം. ഓക്കെ അല്ലേ? നോക്കിക്കോ. ഫസ്റ്റ് ഉണ്ടാകുന്ന എനർജിയാണ് എനർജി ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ദാറ്റ് ഈസ് ഗിവൺ ബൈ Q²/2C. Q²/2C. ഓക്കെ അല്ലേ? എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് ഗിവൺ ബൈ Q²/2C. അടുത്താണ് എൻ്റെ മാഗ്നറ്റിക് എനർജി. മാഗ്നറ്റിക് എനർജി UB ഈസ് ഗിവൺ ബൈ ഹാഫ് ഓഫ് LI². ഓക്കെ അല്ലേ? മാഗ്നറ്റിക് എനർജി ഈക്വൽ ടു ഗിവൺ ബൈ ഹാഫ് ഓഫ് LI². എടാ, ഇതിൻ്റെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിൽ നമുക്ക് ചെയ്യാവുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് ഒരു അടിപൊളിയായ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്കിത് പെട്ടെന്ന് തീർക്കാം. അത് ഫാസ്റ്റ് ട്രാക്ക് ആയി, കാരണം നമുക്കിത് പെട്ടെന്ന് തീർത്ത് പോകണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തിലോട്ട് പോകുന്നു. എന്താണ്? ഞാൻ പറയാണ്, എനർജി ഓസിലേറ്റ് ചെയ്യുന്നു ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ കപ്പാസിറ്റർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ ഇൻഡക്ടർ. പറഞ്ഞല്ലേ നമ്മൾ ഇതൊക്കെ പറഞ്ഞാണ്. ഓക്കെ, ഇഫ് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി ദ ടോട്ടൽ എനർജി മസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് എനർജി അവിടെ നടക്കുന്നുണ്ട്. അടുത്തെന്താ പറയുന്നത്?
ഓക്കെ, അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ് നമ്മൾ. എന്താണ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നു? ദാറ്റ് ഈസ് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. എളുപ്പം ചാപ്റ്റർ ആയിരുന്നില്ലേ? നോക്കിക്കോ, എന്താണ് ട്രാൻസ്ഫോമറിൽ പറയുന്നത്? ട്രാൻസ്ഫോമർ ഇസ് എ ഡിവൈസ്. ഓക്കെ, അതൊരു ഡിവൈസ് ആണ്. ദാറ്റ് ട്രാൻസ്ഫേഴ്സ് വോൾട്ടേജ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഒരു ചെറിയ വാല്യൂ നിന്ന് വലിയ വാല്യൂയിലേക്കോ ഒരു വലിയ വാല്യൂ ഓഫ് വോൾട്ടേജിൽ നിന്ന് ചെറിയ വാല്യൂയിലോട്ടോ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെന്ന് വിളിച്ചത്. ഇഫ് ഇറ്റ് ഇൻക്രീസസ് ദ ഇൻപുട്ട് വോൾട്ടേജിനെ കൂട്ടിയാൽ ദാറ്റ് ഇസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. ഇഫ് ഇറ്റ് ഡിക്രീസസ് ദ ഇൻപുട്ട് വോൾട്ടേജ് അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോമർ വർക്ക്സ് ഫോർ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഓൺലി. അവർ ഡി സിക്ക് വർക്ക് ചെയ്യില്ല, ഓൺലി ഫോർ ആൾട്ടർനേറ്റിംഗ് കറന്റ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ആൾട്ടർനേറ്റിംഗ് കറന്റ്. എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ ടു ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. ഓക്കെ, ഒരു സർക്യൂട്ടിൽ നിന്ന് അനദർ സർക്യൂട്ടിൽ മാറ്റുന്നു. ഇറ്റ് ക്യാൻ റൈസ് ഓർ ലോവർ ദ വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ബട്ട് വിത്ത് കറസ്പോണ്ട് ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ കറന്റ്. അത് ശരിയാണ്. വോൾട്ടേജ് കൂട്ടുമ്പോൾ കറന്റ് കുറയും, കറന്റ് കൂട്ടുമ്പോൾ വോൾട്ടേജ് കുറയും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി എന്ന പ്രിൻസിപ്പിൾ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. എടാ, ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത് എന്താണെന്ന് അറിയോ? നോക്കിക്കോട്ടോ, ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നത് എന്താണ്ടാവും? ഒരു പ്രൈമറി കോയിൽ ഉണ്ടാവും, സെക്കൻഡറി കോയിൽ ഉണ്ടാവും. പ്രൈമറി കോയിൽ എൻ ടേൺസ് ഉണ്ടാവും, മറ്റേ സെക്കൻഡറി കോയിൽ ഇതുണ്ടാവും. ഇതിൽ പ്രൈമറി വോൾട്ടേജ് ഉണ്ടാവും, ഒരു സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിച്ചോ. പ്രൈമറി വോൾട്ടേജ് നമുക്ക് എങ്ങനെയാ? വി പി ബൈ വി എസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി, എൻ പി ബൈ എൻ എസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? എൻ പ്രൈമറി ബൈ എൻ സെക്കൻഡറി ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് പ്രൈമറി. വിനെ വരെ ഈ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഈ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്തോളൂ. ഈ പ്രൈമറി ബൈ ഈ സെക്കൻഡറി ആണ് എൻ പ്രൈമറി ബൈ എൻ സെക്കൻഡറി എന്ന് പറയുന്നത്. ഇനി ഇത് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തേത് നോക്കിക്കോ. ഈറ്റ എഫിഷ്യൻസി, പവറിന് എത്ര എഫിഷ്യൻ്റ് ആണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് പി ഔട്ട് ഡിവൈഡഡ് ബൈ പി ഇൻപുട്ട്. ഇതാണ് ഈറ്റ ഓർ എഫിഷ്യൻസി. അതായത് പി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറിയിലുള്ളത് അതൊക്കെയായിരുന്നു ഇ എസും ഐ എസും. പി അതായത് വി ഐ അല്ലേ, പവർ എന്ന് പറഞ്ഞാൽ വി ഐ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇ എസ് ഐ എസ് സെക്കൻഡറി എന്ന് എഴുതി. പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ കൊടുക്കുന്നത് ഏതൊക്കെയായിരുന്നു? ഈ പ്രൈമറി ഐ പ്രൈമറി എന്ന് ഞാൻ ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, ഇ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ എടാ ഐഡിയൽ കേസ് വരികയാണെങ്കിൽ ഇത് നടക്കത്തില്ല. പക്ഷെ ഐഡിയൽ കേസ് ഓൺലി ഇൻ ഐഡിയൽ കേസ് ക്വസ്റ്റ്യനിൽ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കുക. ഈറ്റ എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 100% എഫിഷ്യൻ്റ് ആയിരിക്കും. ഒരിക്കലും 100% എഫിഷ്യൻസി കിട്ടില്ല. അതിനുള്ള കാരണം പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ഈറ്റ 1 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താവും? ഇ എസ് ഐ എസ് ഈക്വൽ ടു ഇ പി ഐ പി എന്ന് വരുന്നില്ലേ? ഓക്കെ അല്ലേ? ഈ പ്രൈമറി ഇൻറ്റു ഐ പ്രൈമറി എന്നല്ലേ? അങ്ങനെയാണ് ഞാൻ എഴുതുന്നു. ഈ സെക്കൻഡറി ബൈ ഈ പ്രൈമറി ഈക്വൽ ടു ഐ പ്രൈമറി ബൈ ഐ സെക്കൻഡറി. ഇതെപ്പോഴാ വരിക? ഓൺലി ഇൻ ഐഡിയൽ കേസിൽ മാത്രം ഈ കാര്യം വരും. ഓക്കെ അല്ലേ? പക്ഷെ ഐഡിയൽ കേസ് വരില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് കാരണമായി കുറച്ച് പവർ ലോസുകൾ ഏതിൽ വരും? ട്രാൻസ്ഫോമറിൽ വരും. ഓക്കെ, ഏതൊക്കെയാണ് പവർ ലോസുകൾ? ഒന്ന് ഹിസ്റ്റീരിയസ് ലോസ് വരാം. അതേപോലെ നമുക്ക് വരാൻ പോകുന്ന കോപ്പർ ലോസ്. അതായത് നമ്മുടെ കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അല്ലെങ്കിൽ എന്താവും? ഹീറ്റ് കൂടിയിട്ടൊക്കെ അതിൽ വരും? ഈ പവർ ലോസ് വരും. മൂന്നാമത്തെ ലോസ് ആണ് നമുക്ക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്ന ലോസുകൾ. അതായത് ഇംപ്രോപ്പർ വൈൻഡിങ് കാരണവും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഫ്ലക്സ് ലീക്കേജുകൾ വരാൻ പറ്റും. ഇനി പറയാൻ പറ്റിയത് ജൂൾ ഹീറ്റ് ലോസ്, അതാണ് കോപ്പറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരാവുന്നത് എഡി കറന്റ് ലോസുകൾ. അങ്ങനത്തെ കുറച്ച് ലോസുകൾ ഉള്ള കാരണമാണ് വരുന്നത്? നമുക്ക് ഒരിക്കലും ഈറ്റ എന്ന് പറയുന്ന എഫിഷ്യൻസി എപ്പോഴും വരാൻ പറ്റില്ല, 100% ആവാൻ പറ്റാതെ. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഓൺലി ഐഡിയൽ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മാത്രമാണ് ഈ ഈറ്റ 1 ആയിട്ട് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതാണ് AC എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം ഒരു എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്ന ലെവലിലായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് കറക്റ്റായിട്ട് വൃത്തിക്ക് മനസ്സിലാക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം ഒരു 99% ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ഉണ്ട്. അത് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ആ ഒരു 1% 2% ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ പവർ ബാങ്ക് സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എവിടേക്ക് പോവുക? പവർ ബാങ്ക് സീരീസ് പോവുക, ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുക. ആ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ്ട്രാ പോയിന്റ്സ് അവിടെ പറയുന്നുണ്ടെങ്കിൽ അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അല്ലാ സമയത്ത് ഇതിൽ നിന്നുള്ളതാണെങ്കിൽ നേരെ അത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, എഴുതി പോവുക. ഓക്കെ അല്ലേ? നീറ്റൊക്കെ എത്രയും പെട്ടെന്ന് അടുത്ത് വരുന്ന സാഹചര്യം ഇപ്പോൾ
ഇപ്പൊ വരും അല്ലെ, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കുട്ടികൾ പഠിക്കാൻ നോക്കുക. പെട്ടെന്ന് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. ആലോചിച്ച് നോക്കുക, 20 ലക്ഷം പേര് 22 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാമിൽ നിന്ന് വെറും 20,000 പേർക്ക് മാത്രം അല്ലേ, 20,000 പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ 20,000 പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം നടത്തുമ്പോൾ എല്ലാവരും ശ്രമിക്കുക എന്തായിരിക്കും, അതായത് NTA നടത്തുന്ന ഒരിക്കലും സെലക്ഷൻ അല്ല എല്ലാവരെയും, അതായത് ഇത്ര പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല, എല്ലാവരും ഒഴിവാക്കി കളഞ്ഞ് ബാക്കി 20,000 പേര് അവിടെ നിർത്തുക എന്നുള്ളതാണ് ഈ എളുപ്പമുള്ള പരിപാടി അല്ലേ. അതിനായിട്ട് അവരെന്ത് ചെയ്യും, സിമ്പിൾ മിസ്റ്റേക്കുകൾ വരുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യും. അതെന്ത് ചെയ്യണം മക്കൾ, ഓവർകം ചെയ്യും. അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുക, പ്രാക്ടീസിലൂടെ. ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മിസ്റ്റേക്ക് നമ്മൾ എക്സാമിന് മുന്നേ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് നമ്മൾ വീണ്ടും ചെയ്യത്തില്ല. കാരണം എന്താ, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താം, അത് ഞാൻ മുന്നേ ചെയ്തതാണ്, ഇനി ഞാനത് വരുത്തില്ല. അങ്ങനെയേ നമുക്ക് റെഡിയാക്കാൻ കഴിയുള്ളൂ. പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രാക്ടീസ്. ഓക്കെ, ഇനി അതിനപ്പുറത്തേക്ക് ഒരു സൊല്യൂഷൻ ഒന്നുമില്ല. നീറ്റ് കിട്ടണോ JEE കിട്ടണോ എന്തിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ തിയറി കംപ്ലീറ്റ് ചെയ്യുക, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത്രേ വഴിയുള്ളൂ. വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, വേറെ ഒന്നും നോക്കണ്ട, അതിൽ കൂടെ തന്നെ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അവിടെ വെച്ച് കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ലൈഫ് വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും അവരിഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബൈ.